ഭക്തൻ ഒരു കാര്യം വന്ന് സമർപ്പിക്കാൻ വന്നാൽ പിന്നെ അവിടെ എന്താണ് കോടതിക്ക് പ്രസക്തിയുള്ളത്? സമർപ്പണമല്ലേ? ആദ്യഘട്ടത്തിൽ മുൻകൂട്ടി ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ട് വഴിയാണ് ഈ സ്പോൺസർമാരുടെ പണവും വരുന്നതെങ്കിൽ മുൻകൂട്ടി അവർ പണം ചിലതിൽ അഡ്വാൻസ് ചെയ്യും. അത് അവർ സ്പോൺസർമാരുടെ പണം വരുമ്പോൾ തിരിച്ചു വരവ് വെച്ച് അത് ദേവസ്വം ബോർഡിന് ബാധ്യതയില്ലാതായി മാറും. അപ്പോൾ ദേവസ്വം ബോർഡ് അധികാരികൾക്കും സർക്കാരിനും 2022 തന്നെ അറിയായിരുന്നു ഇത് പോയിട്ടുണ്ടെന്ന്. എന്തിനു മൂടി വെച്ചു? ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ദേവസ്വം ബോർഡിലെ ആളുകളും സർക്കാരിലെ ആളുകളും കൂട്ടുകച്ചവടത്തിൽ പങ്കാളികളാണ്. മറച്ചു വെച്ചു. രണ്ടു കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചത്. ഒന്ന്, കേരളത്തിലെ നിയമസഭയിലാണ് അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്ന ബാനർ ഉയർത്തി പ്രതിപക്ഷം അസാധാരണമായ പ്രതിഷേധം ഉയർത്തി. ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലും നൽകാതെ പ്രതിഷേധിക്കാനും പ്രശ്നമുണ്ടാക്കാനും വേണ്ടി മാത്രമാണ് ചർച്ചയെ ഭയപ്പെടുന്ന പ്രതിപക്ഷം ഈ തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതായിരുന്നു ഭരണപക്ഷത്തിന്റെ മറുപടി. മറ്റൊന്ന്, ഇന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതോടുകൂടി ഇന്ന് ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണത്തിന് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഫോം ചെയ്യാനുള്ള നടപടികൾക്ക് ഹൈക്കോടതി തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കേസിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണം എന്നുള്ള കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന ആവശ്യത്തിന് അതോടുകൂടി പരിഹാരമാവുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും കാര്യക്ഷമതയോടുകൂടിയുള്ള അന്വേഷണത്തിന്റെ ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ അന്വേഷണ സംഘത്തെ SIT ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ടു കാര്യങ്ങൾ നടക്കുന്നതിന് സമാന്തരമായി തന്നെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പണച്ചെലവ് ദേവസ്വം ഫണ്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എന്നും അത് സ്പോൺസർമാരുടെ കയ്യിൽ നിന്നുള്ള പണം കിട്ടുന്ന മുറയ്ക്ക് കണക്ക് നിജപ്പെടുത്തി കോടതിയെ ബോധിപ്പിക്കും എന്ന കാര്യത്തിലും ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നുകൂടി ഒരു വിശദീകരണവും വരികയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. കോടതിയിൽ നിന്ന് ഒരു അന്വേഷണത്തിനുള്ള നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിന് പുറമെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഫോം ചെയ്തുള്ള അന്വേഷണത്തിനുള്ള തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളോടൊപ്പം അതിഥികൾ CPM-ൽ നിന്ന് ശ്രീ ജെക്സി തോമസ്, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് എം ലിജു, BJP-യിൽ നിന്ന് ശ്രീ ഷാജി രാഘവൻ, നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ എന്നിവരാണ് നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേർന്നത്. അഡ്വക്കേറ്റ് എം ലിജു, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ ലിജു, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ എം ലിജു, അങ്ങേക്ക് കേൾക്കാമോ? ഓക്കെ. ശ്രീ എം ലിജു, ഇന്നിപ്പോ നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയത്തിലുള്ള നോട്ടീസ് പോലും നൽകാതെ ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോയത് ചർച്ചയെ ഭയപ്പെട്ടിട്ടാണ് എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. ഇന്നിപ്പോ ഈ SIT അന്വേഷണത്തിലുള്ള നിർദ്ദേശമടക്കം അതിനുള്ള താല്പര്യമടക്കം സർക്കാർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിനൊന്നും മറച്ചു വെക്കാനില്ല എന്നാണ് പറയുന്നത്. പക്ഷേ 2019 ക്രമക്കേടുണ്ടായിട്ടുണ്ട് എന്ന കാര്യം ദേവസ്വം മന്ത്രി അടക്കം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ആ വിവരം വിജിലൻസ് റിപ്പോർട്ടായി കോടതിയുടെ മുന്നിൽ എത്തിയത് കൊണ്ടാണല്ലോ ഇതിൽ വിശദാന്വേഷണം, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഫോം ചെയ്തുള്ള അന്വേഷണം വേണം എന്ന് കോടതിയും തീരുമാനമെടുക്കുന്നത്. ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാകുന്നതോടുകൂടി പരിഹാരമാകും. ഈ പ്രത്യേകിച്ച് അതായത് ഇതിനൊരു തീരുമാനമുണ്ടാകും, എവിടെയാണ് ക്രമക്കേടുണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തത വരും എന്നുള്ളൊരു വിശ്വാസം പ്രതിപക്ഷത്തിനുണ്ടോ? അതുകൊണ്ട് പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകുമോ? അത് ഞാൻ പറഞ്ഞത് പൂർണ്ണമായി കേട്ടില്ല. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? അങ്ങേക്ക് വ്യക്തമായി കേൾക്കാമോ? ഞാൻ ചോദിക്കുന്ന ഇത് കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. ശ്രീ എം ലിജു, ഇന്നിപ്പോ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ പ്രതിഷേധത്തിലേക്ക് പോയത് ചർച്ചയെ ഭയപ്പെടുന്നത് കൊണ്ടാണ് എന്നാണ് സർക്കാർ അല്ലെങ്കിൽ ഭരണപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണം. അതിനിടയിൽ ഇന്ന് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ നീക്കം SIT ഫോം ചെയ്തു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഫോം ചെയ്ത് അന്വേഷണം കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഇങ്ങനൊരു അന്വേഷണം നടക്കുമ്പോൾ ഇനിയൊരു പ്രതിഷേധത്തിന്, അതായത് എന്തായാലും കാര്യക്ഷമമായ ഒരു അന്വേഷണം ഉണ്ടാകുന്നു, കാര്യങ്ങൾ വെളിപ്പെട്ട് വരും എന്നൊരു വിശ്വാസം പ്രതിപക്ഷത്തിനുണ്ടോ? ഞാനിപ്പോ ചർച്ചയിൽ വന്ന് ചേർന്നത്
KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നാണ്. KPCC രാഷ്ട്രീയകാര്യ സമിതി ചേർന്ന് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ വിഷയങ്ങൾ ഇന്നിവിടെ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതി ഇപ്പോൾ രൂപം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്, കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഹൈക്കോടതി അത്തരമൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപപ്പെടുത്തിയതിനെ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ കേരള ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഈ ഒരു ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെ അന്വേഷിക്കുന്നത് എത്രമാത്രം ഫലപ്രദമാകും എന്ന കൃത്യമായ ആശങ്ക കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഞങ്ങൾ ഈ വിഷയത്തിൽ തുടർ പ്രക്ഷോഭങ്ങൾക്ക് നാളെ KPCC പ്രസിഡന്റ് വളരെ കൃത്യമായി ഇന്നത്തെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്കും ജനകീയ വികാരത്തിനൊപ്പം നിൽക്കാനുമാണ് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, 2 മന്ത്രിസഭകളിൽ 2019 ഈ ദ്വാരപാലക ശില്പവും സ്വർണ്ണപ്പാളികളും കടത്തിക്കൊണ്ടുപോയ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതിക്കും ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ശ്രീ VN വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് ഉൾപ്പെടുന്ന ദേവസ്വം ബോർഡിനുമൊക്കെ തന്നെ ഈ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ക്രമക്കേടിൽ, ഇത് മാത്രമല്ല ഇന്നത്തെ വരും ദിവസങ്ങളിൽ നമുക്കത് സംബന്ധിച്ച മറ്റ് വിവിധ കാര്യങ്ങളും കേരളത്തിൽ ഉയർന്നു വരുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വിവിധ ക്ഷേത്രങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കൊള്ള, ഇതൊരു ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗാണ്. തിരുവാഭരണം കമ്മീഷണറെ പോലും അറിയിക്കാതെ ഒരു ഉദ്യോഗസ്ഥന്മാരെയും ഉൾപ്പെടുത്താതെ വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കൊള്ളയുടെ പൂർണ്ണ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസിന് സർക്കാർ എടുത്ത നടപടികളിൽ ഒട്ടും തന്നെ ജനങ്ങൾക്ക്, കോൺഗ്രസ് എന്ന് പറയുന്നതിനപ്പുറത്ത് ജനങ്ങൾക്ക് ഈ വിഷയം സർക്കാരിൻ്റെ ഒരു നടപടികളിലും വിശ്വാസമില്ല. ആസൂത്രിതമായിട്ടാണ് ശബരിമലയിൽ ശബരിമല സ്വാമിയുടെ ശ്രീകോവിലിന്മേൽ പതിപ്പിച്ചിരുന്ന സ്വർണത്തെ തട്ടിയെടുത്തത്. അതിൽ വലിയ ഗൂഢാലോചനയുണ്ട്, ഭരണത്തിൻ്റെ പങ്കാളിത്തമുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡിനെയും പുറത്താക്കണം. മുൻപ് ഈ സ്ഥാനത്തിരുന്ന ആളുകൾക്കെതിരെ കേസെടുക്കണം. അതാണ് കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്, ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ്. ശരി, ശ്രീ ഷാജി രാഘവൻ, ഇപ്പോൾ നിങ്ങളും വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. അമ്പലങ്ങളിൽ CPM കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം എന്ന് പറയുന്നത്. ക്ലിഫ് ഹൗസ് മാർച്ച് അടക്കമുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ പോവുകയാണ്. കോടതിയുടെ നിരീക്ഷണത്തിൽ കോടതി ആവശ്യപ്പെട്ട ഒരു അന്വേഷണം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. സർക്കാർ അതിന് സന്നദ്ധതയും അറിയിച്ചിരിക്കുന്നു. അതിന് ആവശ്യമായ ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റടക്കം കൈമാറ്റം ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇനി ഏറ്റവും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ ഈ കാര്യത്തിനൊരു വ്യക്തത വരും എന്നുള്ളത് കൊണ്ട് ഈ അന്വേഷണത്തിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുക, അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണോ, അതോ ഇപ്പോൾ പ്രഖ്യാപിച്ച പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണോ? മധു, ഇവിടെ ലിജു ഒരു കാര്യം പറഞ്ഞു, അതായത് ഇതൊരു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നുള്ളത്. ഞാനതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുക. പക്ഷേ ഈ വിഷയത്തിൽ മാത്രമല്ലിത്. മഞ്ഞുമലയുടെ അറ്റം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ മാത്രമല്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ ഡെമോഗ്രഫി നമുക്കറിയാം. അതിലെ ഒരു 50% വരുന്ന പ്രബല വിഭാഗത്തിലെ 99% വിശ്വാസികളായിട്ടുള്ളവരുടെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല. നമുക്കറിയാം മറ്റേതെങ്കിലും ജനവിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങളിൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടാകാൻ ആരെങ്കിലും അനുവദിക്കുമോ? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? കാലാകാലങ്ങളായി ദേവസ്വം ബോർഡ് സംവിധാനം, ആ ദേവസ്വം ബോർഡ് സംവിധാനം വളരെ കൃത്യമായി കാലാകാലങ്ങളുള്ള സർക്കാരും ക്ഷേത്രം കൊള്ളയടിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലെന്നേ. ഇതിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മാത്രമല്ല ഇതിൻ്റെ സ്ഥാനത്തുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഏറെക്കാലമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇന്നിപ്പോൾ പുറത്ത് വന്നിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ തന്നെ നോക്കൂ, ചർച്ചകളൊക്കെ കൂടെ ഇങ്ങനെ കറങ്ങി ഏതെങ്കിലും ഒരു വ്യക്തിയിൽ, ഇപ്പോൾ ഈ അന്വേഷണമൊക്കെ ചെന്ന് 1-2 വ്യക്തിയിൽ ഇത് അവസാനിപ്പിക്കുമായിരിക്കും. അല്ല, ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വിശ്വാസമുള്ള ഒരു അന്വേഷണ ടീമാണെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പുറത്ത് വന്നു എന്ന് വരും. ആ പുറത്ത് വരുന്നത് എന്ത് സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ്? ഇപ്പം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടതുമായിട്ടുള്ള വിഷയങ്ങളാണ്. സത്യത്തിൽ ഇതിലൊതുക്കണോ നമ്മളെ കേരളത്തിൽ ഈ വിഷയത്തിൻ്റെ ചർച്ച? നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന ശബരിമല ക്ഷേത്രം താങ്കൾക്ക് വരിക്കും അറിയാം, കോടതിയുടെ നിരീക്ഷണത്തിലുള്ളൊരു ക്ഷേത്രമാണ്. വേറൊരു ക്ഷേത്രം അങ്ങനെയില്ല. അതേപോലെ തന്നെ താങ്കളുടെ ഉൾപ്പെടെയുള്ള മീഡിയ ഞാൻ കണ്ടിട്ടുണ്ട്, മണ്ഡലകാലത്ത് 10-60 ദിവസം ശബരിമല ക്യാമ്പ് ചെയ്തിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.
അങ്ങനെ സർവേലൻസ് അല്ലെങ്കിൽ കൃത്യമായ നിരീക്ഷണത്തിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിലാണ് ഈ തരത്തിലുള്ള തീവെട്ടി കൊള്ളകൾ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലെ അവസ്ഥ? അത് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ഇതിനേക്കാൾ അല്ലെങ്കിൽ ഇതുപോലെ വരുമാനമുള്ള എത്രയോ ക്ഷേത്രങ്ങളുണ്ടെന്ന് ഇവിടെ. അപ്പോൾ ഇവിടെ എല്ലാം നടക്കുന്നു കാരണം ഈ ദേവസ്വം ബോർഡിൻ്റെ മറവിലാണ്. എൻ്റെയൊക്കെ എൻ്റെയൊക്കെ ഒരു എൻ്റെ ഒരു കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏറ്റവും ജോലി കിട്ടാൻ എളുപ്പമുള്ളൊരു വകുപ്പ് ദേവസ്വം ബോർഡ്. എന്താണെന്നറിയോ? അവിടെ സംവിധാനമുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടും. ഈ ദേവസ്വം ബോർഡിൽ ഈ കാലാകാലങ്ങളിൽ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അത് പറയുമ്പോൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ പറയും, ഹിന്ദുക്കളായിട്ടുള്ള ജനപ്രതിനിധികളാൽ അവരുടെ ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതാണ് ദേവസ്വം ബോർഡ് എന്നുള്ളതാണ്. സത്യത്തിൽ വിശ്വാസികളായിട്ടുള്ള എത്ര പേരുണ്ടെന്നേ അതിനകത്ത്. ഈ കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ ഈ കോവിഡിൻ്റെ കാലത്ത് നമ്മൾ കൈ സാനിറ്റൈസർ ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ ഈ ദേവസ്വം ബോർഡിൻ്റെയും അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ശബരിമലയിൽ ചെന്നിട്ട് തിരുനടയിൽ നിന്നിട്ട് എന്താ ചെയ്തിട്ടുള്ളത്? അവിടുന്ന് കൊടുക്കുന്ന തീർത്ഥം പോലും സാനിറ്റൈസർ കഴുകുന്നത് പോലെ കഴുകുന്നത്. ഇവർക്ക് എന്ത് വിശ്വാസം ഇക്കാര്യത്തിലുള്ളതെന്ന് ഇത് നമ്മൾ കണ്ടതല്ലേ, നമ്മൾ ചർച്ച ചെയ്തതല്ലേ? ഇവരാണോ ഈ ക്ഷേത്രം ഭരിക്കേണ്ടതെന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലേ. ഞാൻ ഒരു കാര്യം കൂടെ കൃത്യമായിട്ട് മാത്രം ഞാൻ സൂചിപ്പിച്ചോട്ടെ. ഇതിപ്പോൾ ബഹുമാന്യനായ ലിജി ഉൾപ്പെടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലുള്ള പ്രശ്നമല്ലെന്നേ. ഇതിനു മുമ്പ് ശ്രീ ശിവകുമാർ, അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനിയൻ ജയകുമാറിൻ്റെ പേരിൽ വന്ന ആരോപണം 1,87,000,000 രൂപയുടെ അഴിമതി ആരോപണമാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോഴും വരവിൽ കൂടുതൽ സ്വത്തുണ്ടെന്നുള്ള വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ കാലാകാലങ്ങളിൽ ഏത് മുന്നണി ഭരിച്ചാലും ദേവസ്വം സ്വത്തും ദേവസ്വം ഭൂമിയും നമ്മൾ മനസ്സിലാക്കണം. ദേവസ്വത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് വരുന്ന മെമ്പർമാരോ ദേവസ്വം ബോർഡോ ഏതെങ്കിലും ബിസിനസ് നടത്തിക്കൊണ്ടാക്കുന്നതല്ല. ഈ അമ്പലങ്ങളിലെ വരുമാനം എന്ന് പറയുന്നത് പാവപ്പെട്ടവൻ്റെ വേർപ്പിൻ്റെ ഒരു ഭാഗം അവൻ ക്ഷേത്രത്തിൽ കാണിക്കയായിട്ട് അല്ലെങ്കിൽ സമർപ്പണം നടത്തുന്നതാണ്. അതാണ് ദേവസ്വം ബോർഡിന്റെ 99% വരുന്ന ഈ പറയുന്ന ആസ്തി എന്ന് പറയുന്നത്. ഇത്രയും കാലം പ്രതിപക്ഷം എവിടെയായിരുന്നു എന്നാണ്. അതായത് 2019 ആദ്യ സർക്കാരിന്റെ കാലത്തെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനുശേഷം 2025 ഈ വിവരങ്ങൾ പുറത്തു വരുന്നതുവരെയും കോടതി ഈ കാര്യത്തിൽ അന്വേഷണം തുടങ്ങി വെക്കുന്നതുവരെയും പ്രതിപക്ഷം എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഭരണപക്ഷത്ത് നിന്നൊരാൾ. ദേവസ്വം ബോർഡ് എവിടെയായിരുന്നു എന്ന് ഒന്ന് ചോദിക്കാമല്ലോ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എവിടെയായിരുന്നു എന്ന് ചോദിക്കാമല്ലോ. ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ കോടതി ഇങ്ങനെ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചത് കൊണ്ട്, അതിനു മുൻപ് ജഡ്ജിയെ ചുമതലപ്പെടുത്തിയത് കൊണ്ട്, ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നതുകൊണ്ട് സർക്കാരിന് അന്വേഷണം പ്രഖ്യാപിക്കാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. മിനിമം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒരു കത്തയക്കാമല്ലോ. അങ്ങയുടെ കാലത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ദേവസ്വം ബോർഡിനെ രേഖാമൂലം അറിയിക്കണം എന്ന് ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പിനോ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനോ ഒരു കത്തയച്ചോ വിളിച്ചോ ചോദിക്കാമല്ലോ ഔദ്യോഗികമായി. അങ്ങനെ പോലും ചോദിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ വളരെ കൃത്യമായൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇതൊരു തുടർച്ചയാണ്. ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ, അതായത് 2019 നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 33.5 കിലോ സ്വർണമാണ് വിജയ് മല്യ 98 ശബരിമലയ്ക്കായി നൽകിയത്. അതിൽ ശബരിമലയുടെ ശ്രീകോവിലിന് മുകളിൽ സ്വർണം പൂശി, അതിനുശേഷം ദ്വാരപാലക ശില്പത്തിന്മേൽ സ്വർണം പൂശി, വാതിൽ കട്ടളയിന്മേൽ സ്വർണം പൂശി, 2019 ഈ അറ്റകുറ്റപ്പണിക്കായിട്ട് സ്വർണം കൊടുത്തുവിടുന്നത് ആ സ്വർണം സമ്പൂർണ്ണമായി മിസ്സായിരിക്കുന്നു എന്നാണ്. സമീപകാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി 2022 മഹസർ പരിഗണിച്ചിട്ടാണ്, മഹസർ പരിഗണിച്ച് ഓരോ വസ്തുക്കളുടെയും മഹസർ പരിഗണിച്ചിട്ടാണ് പറഞ്ഞത് 4 കിലോ സ്വർണത്തിൻ്റെ കുറവുണ്ടായി എന്നുള്ള കാര്യം കേരള ഹൈക്കോടതി സൂചിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 2019 ഈ ഒരു തട്ടിപ്പ് നടന്നു. അതുമായി ബന്ധപ്പെട്ട രേഖകൾ ദേവസ്വം ബോർഡിൻ്റെ കൈവശമുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ കൈവശം ഈ രേഖകൾ ഇരിക്കുമ്പോൾ തന്നെയാണ് 2019 ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തു എന്ന് തീർച്ചയായിട്ടും സംശയിക്കാവുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ഈ 2025 നിലവിലുള്ള ദേവസ്വം ബോർഡ് വീണ്ടും സ്വർണ്ണപ്പാളിയിൽ അല്ലെങ്കിൽ ഈ പാളിയിൽ മേൽ സ്വർണം പൂശാനുള്ള അവകാശം കൊടുത്തുവിടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതിലൂടെ വളരെ കൃത്യമായിട്ട് കാര്യം മനസ്സിലാവുന്നില്ലേ? 2019 ഈ ഏർപ്പാടൊക്കെ ചെയ്തു കൊടുത്ത് അന്നത്തെ ദേവസ്വം ബോർഡിനും അന്നത്തെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കും, ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ സഹായിച്ച ആളുകൾ, അന്ന് ഈ പണി നന്നായി ചെയ്ത ആള് ഇത്തവണയും കൂടി ഇത് ചെയ്ത് ഞങ്ങളെ കൂടി സഹായിക്കണം. ഇതാണ് ഇവിടെ കൃത്യമായി കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ ഇവിടെ നിന്ന് ആരോപണം ഉന്നയിക്കുന്നത് ഇപ്പം നേരത്തെ മധു സംസാരിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് നേരത്തെ ഈ കാര്യം ഉന്നയിക്കാമായിരുന്നല്ലോ എന്ന് ചോദിച്ചെന്ന് കേട്ടോ. ആരാണ് പറഞ്ഞത് എനിക്ക് ഇത്രയും കാലം പ്രതിപക്ഷം എവിടെയായിരുന്നു ഇ.പി. ജയരാജൻ. അപ്പൊ അദ്ദേഹം ഇ.പി. ജയരാജൻ തന്നെയാണ് ചോദിച്ചത്. ഇ.പി. ജയരാജന് ഇപ്പം ഇവിടെ പ്രസക്തമായൊരു ചോദ്യമല്ല ഇവിടെ ചോദിക്കുന്നത്. ഇ.പി. ജയരാജന് 2019 സ്വർണ്ണപ്പാളികളെ ചെമ്പാക്കി മാറ്റിയ ദേവസ്വം മന്ത്രിയും അന്നത്തെ ബോർഡും ഈ വിഷയത്തിൽ മറുപടി പറയണ്ട. ഇത് അറിഞ്ഞിരുന്നിട്ട് അതേ തട്ടിപ്പുകാർക്ക് തന്നെ ഈ ഏറ്റവും പരിപാവനമായിരിക്കുന്ന ശബരിമല ശ്രീകോവിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ വീണ്ടും അതേ തട്ടിപ്പുകാരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും മറുപടി പറയണ്ട. ഇതൊരു രാവണൻ കോട്ട പോലെ. ഇതിപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു മെമ്പർ പോലും ഒരു PSC ഒരു ദേവസ്വം ബോർഡ് മെമ്പർ പോലും പ്രതിപക്ഷത്തൊന്നുമില്ല. ഈ ഇതെല്ലാം തന്നെ ഒരു രാവണൻ കോട്ടയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. കോടതിയുടെ നിയന്ത്രണമില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊന്നും പുറത്തു വരാനും പോകുന്നില്ല. കോടതിയുടെ ഇടപെടൽ സന്ദർഭവശാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നത്. ആ പുറത്തു വരുമ്പോൾ ഇതിന്റെ ഉത്തരവാദികളായി നിൽക്കുന്ന മോഷണം നടത്തിയിരിക്കുന്ന മന്ത്രിമാരെയും ദേവസ്വം ബോർഡുകളെയും കുറിച്ച് വിമർശിക്കുന്നതിന് പകരം പ്രതിപക്ഷം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇതാരും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് മോഷണവും നടത്താം, മോഷണം നടത്താനുള്ള റൈറ്റ് ഉണ്ട് എന്ന് പറയുന്ന ഇ.പി. ജയരാജനോടൊക്കെ എന്ത് മറുപടി പറയാനാണ്? അപ്പൊ ഇതിനകത്തൊരു വിശ്വാസത്തിന്റെ പ്രശ്നങ്ങളുണ്ട് മാധു. എല്ലാ വിശ്വാസികളും സത്യസന്ധരും എല്ലാ അവിശ്വാസികളും കള്ളന്മാരും എന്നുള്ള മുൻവിധിയൊന്നും എനിക്കില്ല. വിശ്വാസികളിലും കുഴപ്പക്കാരുണ്ട്, അവിശ്വാസികളിലും കുഴപ്പക്കാരുണ്ട്. പക്ഷേ ഇവിടെ CPM-ന്റെ മന്ത്രിമാരായും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായി ഇരിക്കുന്നവർ അല്ലെങ്കിൽ ഈ ഒരു ശബരിമല എന്ന് പറയുന്ന ഏറ്റവും പരിപാവനമായ ഒരു ക്ഷേത്രത്തോട് ഒരു തരത്തിലും ഒരു കാലഘട്ടത്തിലും ഇപ്പം നമുക്കറിയാം ആചാരവുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാട് നമുക്കറിയാം. അപ്പം ശബരിമലയുടെ വിശ്വാസങ്ങളോട് അവർക്ക് ഒരിക്കലും താല്പര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മനസാക്ഷിക്കുത്തുമില്ലാത്ത മോഷണമാണ് നടന്നിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വലിയൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കേരള ഹൈക്കോടതി നിയമിച്ചെങ്കിലും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എത്രമാത്രം ഫലപ്രദമായി അന്വേഷണം നടത്താൻ സാധിക്കുമെന്ന് സംശയമുണ്ട്. അതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു ടീം യഥാർത്ഥത്തിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ് ഇത് അന്വേഷിക്കേണ്ടത് എന്നുള്ളതാണ്. അതായിരിക്കും ശരിയായ നടപടി. അതല്ലെങ്കിൽ സത്യം പുറത്തു വരാൻ സാധ്യതയില്ല. അങ്ങേറ്റം പരിഹാസ്യമാണ് CPM നേതാക്കന്മാർ ഈ വിഷയത്തിൽ നടക്കുന്ന പ്രതികരണം. അവർ കള്ളന്മാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. ഇത്രയും രാഷ്ട്രീയ ആരോപണങ്ങളുള്ളപ്പോൾ ഇന്നിപ്പോ സഭയിലേക്ക് ഒരു അടിയന്തര പ്രമേയവുമായി ചെല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് പരിഹസിക്കുന്നുണ്ട് ഭരണപക്ഷം. ഞാൻ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ചർച്ചയിൽ ഭയമാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞാൽ സർക്കാരിന്റെ വശം അല്ലെങ്കിൽ വാദം കൃത്യമായി വ്യക്തമാക്കപ്പെടും, പ്രതിപക്ഷം പരാജയപ്പെടും എന്നുള്ളതാണ് കഴിഞ്ഞ അടിയന്തര പ്രമേയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഭരണപക്ഷം പറയുന്ന ഒരു കാര്യം. അത് ആവർത്തിക്കുകയാണ്. അതങ്ങനെയല്ലല്ലോ, നമുക്കറിയാമല്ലോ. ഈ അടിയന്തര പ്രമേയങ്ങളിലും എല്ലാ വിഷയങ്ങളിലും തന്നെ പ്രതിപക്ഷം കൃത്യമായി സഭയിൽ മേൽക്കോയ്മ നേടുന്നതാണ് നമ്മൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇതിവിടെ ഒരു രാജിയാണ് വേണ്ടത്. ഞങ്ങൾ ഈ വിഷയത്തിൽ അതിശക്തമായ പ്രക്ഷോഭമായി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ വിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട്, അതോടൊപ്പം തന്നെ വലിയ മോഷണത്തിന്റെ കൊള്ളയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സഭയിൽ ഇപ്പോൾ അംഗസംഖ്യകളുടെ എണ്ണം കൊണ്ട് കൂടുതൽ ആൾക്ക് സംസാരിക്കാവുന്നതുകൊണ്ടോ ബഹളം വെക്കാവുന്നതുകൊണ്ടോ മുഖ്യമന്ത്രിക്ക് പ്രശ്നം ഉണ്ടാക്കാവുന്നതോ സ്കൂൾ എത്ര വേണമെങ്കിലും അൺലിമിറ്റഡായി സംസാരിക്കാവുന്നതുകൊണ്ടോ അവിടെ മാത്രം സംസാരിച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കൃത്യമായി ജനങ്ങളിലേക്ക് ഇറങ്ങി വളരെ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടി, സഭയിലും തുറന്നു കാട്ടും, പൊതുസമൂഹത്തിന്റെ മുമ്പിലും തുറന്നു കാട്ടും. അടിയന്തര പ്രമേയ ചർച്ചയ്ക്കൊന്നും ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു ഭയവുമില്ല. ഇപ്പൊ നമുക്കറിയാം ഇപ്പുറത്തുള്ള പാർലമെന്ററിയന്മാർ അത്ര മികച്ച ആളുകളാണ്. അതിന് ആ പാർലമെന്ററിയന്മാരുടെ മികത്തിനപ്പുറത്ത് സത്യത്തിന്റെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് കരുത്ത് പറയുന്നത്. സത്യം ഞങ്ങളോടൊപ്പം ആണ്, അതാണ് എന്റെ കാര്യം. ഓക്കെ, ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോ ഇന്ന് വിജിലൻസ് SP കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു മെയിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇമെയിൽ വഴിയുള്ള ആശയവിനിമയത്തിന്റെ കാര്യം കൃത്യമായി പറയുന്നുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും 2019 12-ാം മാസം 9-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന് അയക്കുന്ന മെയിലും അതിന് മറുപടിയായി 2019 12-ാം മാസത്തിൽ 17-ാം തീയതി 8 ദിവസത്തിന് ശേഷം തിരിച്ചയക്കുന്ന മെയിലുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുൻ ദേവസ്വം ബോർഡ്
പ്രസിഡന്റ് ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയതായിരിക്കാം, അത് തിരുവാഭരണം കമ്മീഷനോട് ചോദിക്കേണ്ട കാര്യമാണ് തുടങ്ങിയ മറുപടികളും മുട്ടായുക്തികളും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നേരിട്ട് ആശയവിനിമയം നടത്താൻ പോകുന്ന തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അറിയാമെങ്കിൽ അന്ന് നടന്ന കാര്യങ്ങളും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയ കാര്യങ്ങളും പിന്നീട് അദ്ദേഹം തിരികെ പറഞ്ഞ കാര്യങ്ങളും, അന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ഇത്തിരി സ്വർണം കൂടി ബാക്കിയുണ്ട്, അത് ആരുടെയെങ്കിലും എന്തെങ്കിലും വിവാഹ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കണമെങ്കിൽ അതിന് ദേവസ്വം ബോർഡിന് ഇടനില നിൽക്കാം തുടങ്ങിയ കാര്യങ്ങളടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു അത്രേ. അപ്പോൾ ഈ സ്വർണം എത്ര ചെലവഴിക്കുന്നു, എത്രയാണ് അതിൽ പൂശുന്നത്, അതിൽ എത്ര ബാക്കി വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആശയവിനിമയം നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്യോഗസ്ഥരുടെ മാത്രം മേൽനോട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാളായി മാറുന്നത് എങ്ങനെയാണ് പത്മകുമാറിന് പിന്നീട്? മാധു, 3 കാര്യങ്ങൾ ശബരിമലയിൽ നടന്ന എന്താണ് 3 പോയിന്റുകളിൽ ഞാൻ പറയാം. ഒന്നാമത്തെ പോയിന്റ്, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം കട്ടു. രണ്ടാമത്തെ പോയിന്റ്, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം കട്ടു. മൂന്നാമത്തെ പോയിന്റ്, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം കട്ടു. ആദ്യ ദിവസങ്ങളിൽ സത്യസന്ധമായി പറഞ്ഞ ഇതിന്റെ ചർച്ചയ്ക്കൊക്കെ വന്നപ്പോൾ ഞാനൊക്കെ വളരെ മൃദുവായി ഇതൊരു എററാണ്, പാളിച്ച പറ്റിയതാണ്, കുറച്ചുകൂടെ ശ്രദ്ധിച്ചൂടെ തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചത്. പക്ഷെ ഇന്ന് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്, ദേവസ്വം ബോർഡിന്റെ അറിവും സമ്മതവും നേതൃത്വത്തോടു കൂടി ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടു. കാരണം സ്വർണം പൂശിയതല്ല, സ്വർണം പതിച്ചതാണ്. ഈ ഗോൾഡ് ക്ലാഡിംഗ് ഉള്ള സാധനം എടുത്തു മാറ്റി ചെമ്പ്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡും കൂടെ ചില ആൾക്കാരും കൂടെ ഒത്തുകളിച്ച് അതിലെ സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടി നടത്തിയ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടത്. ഇപ്പോ ഒറ്റ ചോദ്യമേ ഇതിലുള്ളൂ, വിജയമല്യ നൽകിയ സ്വർണ്ണപ്പാളികൾ, അതായത് വിജയമല്യ നൽകിയ ഗോൾഡ് ക്ലാഡഡ് ആയിട്ടുള്ള ചെമ്പ് പാളികൾ എവിടെ എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരവില്ല. ഞാൻ ആരുടെയും പേര് എടുക്കുന്നില്ല, കാര്യം ആ ചില പേരുകൾ എടുക്കുമ്പോൾ എൻ്റെ മനസ്സ് നീറുകയാണ്. പറയുന്നില്ല, ഞാൻ അതുകൊണ്ട് ആരുടെയും പേരെടുക്കുന്നില്ല. പക്ഷേ അവരൊന്നും ആകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, അവരൊന്നും ആകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷേ ദേവസ്വം ബോർഡിലെ അന്നത്തെ മീറ്റിംഗിൽ ഇരുന്ന ആ 5 പേരിൽ 5-6 പേരുണ്ടല്ലോ, ദേവസ്വം കമ്മീഷണർ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ അടക്കമുള്ള ആൾക്കാരുണ്ടല്ലോ, അതിൽ 2-3 പേരെങ്കിലും അറിയാതെ ഈ കാര്യം നടക്കില്ല. കാര്യം ചെമ്പെന്ന വ്യാജരേഖ ഉണ്ടാക്കി, ആർക്കുക, ക്രിമിനൽ കേസാണ്. അയ്യപ്പന്റെ ആചാരവും വിശ്വാസവും ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് വിശ്വാസികൾ എന്ന രീതിയിൽ. പക്ഷേ ക്രിമിനൽ കേസ്, ശ്രീ ലിജു പറഞ്ഞതുപോലെ മോഷണം നടന്നിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയ വിഷയമല്ലെന്നും കൂടെ പറയാൻ എനിക്കൊരു അവസരം തരണം. കാര്യം പല CPM-കാരും അനാവശ്യമായിട്ടില്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യും. ദേവസ്വം ബോർഡിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഏറ്റവും മികച്ച മന്ത്രിമാരിലൊന്നും ശ്രീ G. സുധാകരനാണ്. അദ്ദേഹമായിട്ട് 100 വിഷയങ്ങൾ ഞാൻ അടികൂടിയിട്ടുണ്ട്. ആള് ക്ലീൻ ആണ്, നാക്ക് ചെമ്പാണ്, പക്ഷെ മനസ്സ് സ്വർണ്ണമാണ് പുള്ളിയുടെ. ഏറ്റവും നല്ല ദേവസ്വം ബോർഡിൽ ഒന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിന്റെയും അജയ് തറയിൽ സാറിന്റെയും ബോർഡാണ്. ഹിന്ദു ഐക്യത്തിന് വേണ്ടിയും അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടിയും അവർ ഒരുപാട് കാര്യം ചെയ്തു. ശബരിമലയുടെ ഏറ്റവും വലിയ ഭക്തൻ, കഴിഞ്ഞ ഒരു 50 വർഷം എടുത്ത ഒരുപക്ഷെ കാവി ധരിക്കാത്ത സന്യാസിയായ ശ്രീ കുമ്മനം രാജശേഖരനാണ്. അദ്ദേഹം ഒരു RS കാരനാണ്, BJP നേതാവാണ്. ഇത് രാഷ്ട്രീയമല്ല, ഇത് എല്ലാ പാർട്ടിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾക്കാർ കട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആരും പറയുമെന്ന്. പക്ഷേ ആ ദേവസ്വം ബോർഡിലിരുന്ന ആൾക്കാർ ഉണ്ണികൃഷ്ണ പോറ്റിയെ വെച്ച് കമ്മീഷൻ അടിക്കാനും കാശുണ്ടാക്കാനും വേണ്ടി ചെയ്തു. ഈ വേദന എന്താണെന്നും കൂടെ മാധു ഒന്ന് ഓർക്കണം. മാധു അടക്കം ഒന്ന് ഈ പറയുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഓരോ തീർത്ഥാടന കാലത്തും അവിടെ ഉണ്ടാകുന്നതാണ്. അവർക്കൊക്കെ എങ്ങനെയാണ് ഈ ദ്വാരപാലക ശില്പവും അതിന്റെ പാളിയും അതിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണവും അതിന്റെ തിളക്കവും അതിന്റെ മങ്ങിയ വശവും എന്നൊക്കെ അറിയാവുന്നതാണ്. എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ശരി 2019 ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയത് അങ്ങനെ ആയിപ്പോയി എന്ന് പറയുകയാണെങ്കിൽ ഓരോ തീർത്ഥാടന കാലത്തും അവിടെ ചെല്ലുന്ന ആളുകൾ കണ്ണു നിറയെ ശ്രീകോവിലും കൊണ്ടല്ലേ തിരികെ വരുന്നത്? അവിടെ ഉണ്ടായിരുന്നത് ചെമ്പാണെന്ന് ഇപ്പോഴും മാധ്യമങ്ങളോട് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇത്രയധികം ദൃശ്യങ്ങൾ നമ്മളൊക്കെ ഒരു ഈ നട തുറക്കുന്ന സമയത്ത് അതിനുള്ളിലേക്ക് ക്യാമറ കൊണ്ട് തിരിച്ചു വെക്കാൻ കഴിയില്ല. അപ്പൊ എന്താ ചെയ്യുക? ആ ശ്രീകോവിലിന്റെ പുറമേയുള്ള ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെയാണ് ക്യാമറ ക്രമീകരിക്കുക. ആ ദൃശ്യങ്ങൾ കാണാത്ത ആരുണ്ട് കേരളത്തിൽ? അത് പൊന്നമ്പലം എന്നല്ലേ പറയുക രാഹുൽ ഈശ്വർ? അതെങ്ങനെയാണ് ചെമ്പമ്പലമാക്കി മാറ്റുക? അല്ല മധു, എന്താ അറിയോ, എനിക്ക് പറയുന്നതിൽ വേദനയുണ്ട്. ആ വേദനയോടെ പറയണം, മോട്ടിച്ചതാണ്. ആ മോട്ടിച്ചതിന് കള്ളത്തരം കള്ളം ഉണ്ടാക്കുന്നതാണ്. അത് ഈ ഉണ്ണികൃഷ്ണ പോറ്റി വെച്ച് 2-3 ദിവസം കൂടെ പിടിച്ചു നിൽക്കുമായിരിക്കും. അതിനപ്പുറമൊന്നും ആരും പിടിച്ചു നിൽക്കാൻ പോണില്ലല്ലോ. ഈ 2-3 ദിവസം കൂടി കള്ളം പറയുന്നവരും പുറകെ നിൽക്കുന്നവരും പിടിച്ചു നിൽക്കുമായിരിക്കും. ടെക്നിക്കാലിറ്റി ഒക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുമായിരിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഇതിൽ റോൾ ഉണ്ടെന്ന് പറയാൻ കാരണം 39 ദിവസം കഴിഞ്ഞാണ് ഇയാൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത്. ഇയാൾക്ക് അറിഞ്ഞൂടെ ഇത്രയും കാലം അവിടെ നിന്നിട്ട്? ബ്രാഹ്മണനല്ലേ, പോറ്റിയല്ലേ, അവിടെ ചെമ്പാണോ സ്വർണ്ണമാണോ എന്ന് ഇയാൾക്ക് അറിഞ്ഞൂടെ? ഇത്രയും കാലം അടുത്ത് നിന്ന് കണ്ടതല്ലേ? അപ്പൊ ഇയാൾക്കും കൂടി അറിയാം. പക്ഷെ ഇയാളല്ല, ഇയാളെ കൊണ്ട് ചെയ്യിച്ച ആൾക്കാരുണ്ടല്ലോ. മാധു ഒന്ന് ആലോചിച്ച് നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റി വെറും കാലാളാണ്, വെറും പോണാണ്, അല്ലെങ്കിൽ വെറും ഒരു കാലാൾ പോലെ നിൽക്കുന്ന ഒരാളാണ്. അയാളെ കൊണ്ട് ഇത് എടുപ്പിച്ച വേറെ ആൾക്കാരല്ലേ, അവരല്ലേ ഇത് രേഖ ഉണ്ടാക്കിയത്. അത് ആരാന്ന് എനിക്കറിയില്ല, എല്ലാവരും ഉണ്ടോന്നറിയില്ല, 1-2 പേരെ ഉണ്ടോന്നറിയില്ല. അവരാണ് യഥാർത്ഥത്തിൽ പുറത്തു വരേണ്ടത്, അവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അത് ആരാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരാകാതിരിക്കട്ടെ, അത് മാത്രമേ പറയാനുള്ളൂ. ഒറ്റ കാര്യം കൂടെ പറയാം മാധു, 2019 ഞങ്ങൾ തെരുവിൽ അടികൊള്ളുകയാണ്.
ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാണ്, കോടതി കയറി ഇറങ്ങുകയാണ്. സുപ്രീം കോടതിയിൽ 62ഓളം സംഘടനകൾ എങ്ങനെങ്കിലും കാശ് പിരിച്ച് അത്യാവശ്യം വലിയൊരു ഫണ്ട് ഉണ്ടാക്കി സീനിയർ അഡ്വക്കേറ്റിനെ എൻഗേജ് ചെയ്ത് നമ്മളാൽ കഴിയുന്ന രീതി ശബരിമലയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ്. 12 സംസ്ഥാനങ്ങളിൽ, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശബരിമല പ്രക്ഷോഭം നടന്നു. 6 രാജ്യങ്ങളിൽ നടന്നു. നമ്മളടക്കം അതിനുവേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ അയ്യപ്പന്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ നിന്നവരെ അയ്യപ്പന് വെറുതെ വിടില്ല, ഒരൊറ്റ അയ്യപ്പന്മാര് വെറുതെ വിടില്ല. രാഹുൽ, പ്രക്ഷോഭകാലത്ത് പ്രക്ഷോഭം നടത്തിയവർക്ക് അതുമായി ബന്ധപ്പെട്ട സഹനങ്ങൾ ഉണ്ടായിരിക്കും. രാഹുൽ ഇതിനു മുമ്പും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ വേർഡിക്റ്റ് വരുന്നത് 2018 സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ 28. സെപ്റ്റംബർ 28 ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് 2019 സെപ്റ്റംബറിലാണ്. അല്ലല്ല അപ്പം അതിനൊക്കെ ശേഷമല്ലേ സുപ്രീം കോടതിയിൽ വീണ്ടും പോയത്. അതായത് സുപ്രീം കോടതിയിൽ വീണ്ടും റിവ്യൂ. ഞാൻ പറഞ്ഞത് പ്രക്ഷോഭകാലത്തല്ല എന്നാണ്. പ്രക്ഷോഭകാലത്തല്ല, അതെങ്ങനെയാണ് ശരിയാവുക? അതായത് 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ഇവിടെ ഞാൻ പറയട്ടെ അതിനിടയിൽ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് 2019. ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്തേക്ക് പ്രക്ഷോഭമൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ട്. ശരിയാണ്, പ്രക്ഷോഭം നടത്തിയവർക്ക് അതുമായി ബന്ധപ്പെട്ട സഹനങ്ങളുണ്ട്. പക്ഷെ സംഭവം നടക്കുന്നത് അതിന് ശേഷമാണ്. അല്ല ഒരു സെക്കൻഡ് 2018 സെപ്റ്റംബർ 28 ഞാൻ അതിനുശേഷം 3 മാസത്തോളം എന്റെ ജോലിയിൽ നിന്ന് മാറിയുന്നതാണ്. ആ 3 മാസം EMI ഞാൻ അടച്ചിട്ടില്ല. അതിനുശേഷം സംഭവം ഉണ്ടാവുന്നെന്ന് ഞാൻ പറഞ്ഞത് ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് നമ്മൾ തർക്കത്തിലേക്ക് പോകേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ. അതിനിടയ്ക്ക് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രക്ഷോഭകാലത്താണോ? പറഞ്ഞോട്ടെ. അല്ല, അതിനുശേഷവും പ്രക്ഷോഭം തീർന്നില്ല. പ്രക്ഷോഭം ഒരു ദിവസം അല്ല. ഞങ്ങളെല്ലാം സുപ്രീം കോടതി പറഞ്ഞില്ല, ഒരു വർഷക്കാലം നീണ്ടു നിന്നോ എന്നേ ചോദിക്കുന്നു. അത് ജൂലൈയിലല്ലേ ഇത് സംഭവിച്ചത്? സെപ്റ്റംബർ 28 തുടങ്ങി തീർന്നതാണോ പ്രക്ഷോഭം? ഇത്രയും കാലം ചെയ്തു. അവസാനം 1 വർഷം കഴിഞ്ഞ് സുപ്രീം കോടതി ഇത് സെറ്റിലായിട്ട് പിൻവലിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ സെപ്റ്റംബറിൽ വിധി പ്രൊനൗൺസ് ചെയ്യുന്നു. അടുത്ത വർഷം ജൂലൈയിലാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. അതിനു മുൻപ് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അതായത് ഈ പ്രക്ഷോഭം എന്ന് പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ തെരുവിൽ അടികൊണ്ട സമയം എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ അതിന്റെ മൂർധന്യതയിൽ നിൽക്കുമ്പോഴല്ലാന്ന് പറഞ്ഞ കാലഘട്ടത്തെ കുറിച്ച് തർക്കിക്കണ്ട. ഒന്ന് കേൾക്കാമോ? അതായത് അതിനുശേഷമല്ലേ സുപ്രീം കോടതി പോയത്. ഞങ്ങൾ ഡൽഹിയിൽ പ്രൊട്ടസ്റ്റ് ശരിയാണ്. ഈ പ്രക്ഷോഭം കുറെ കാലം നീണ്ടു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ഈ പറയുന്ന ശബരിമല പ്രക്ഷോഭകാലത്ത് അവിടെ യുവതീ പ്രവേശനം ഉണ്ടാകുന്ന സമയത്തോ ഒന്നുമല്ല എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. രാഹുൽ ഈശ്വർ 2-3 തവണ പറഞ്ഞത് കൊണ്ട് പറഞ്ഞാണ്. ആ സമയത്തെ അങ്ങനല്ല. ഇത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പൊള്ളുന്നറിയാമോ? മാധുവിന് പൊള്ളാത്തറിയാമോ? ഞങ്ങളല്ല അയ്യപ്പന് വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങി ബുദ്ധിമുട്ടിയവരാ. അപ്പോ ഈ ദേവസ്വം ബോർഡുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല. അയ്യപ്പനെതിരെ സുപ്രീം കോടതി വാദിച്ചു. എന്നിട്ട് അയ്യപ്പന്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ ശ്രമിച്ചു. തീർന്നില്ല. ഈ ജൂലൈയിലും അല്ല, ആ ജൂലൈക്കും വളരെ ദേവസ്വം ബോർഡിന്റെ കാര്യം പറഞ്ഞാൽ മതി. എന്റെ മാധു ഒരു ലൈൻ തീർക്കട്ടെ. അതിനുശേഷം ജൂലൈയിലും അല്ല, ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധി ഈ കോൾഡ് ഫ്രീസറിൽ വെച്ചത്. അപ്പോഴും ആയിട്ടില്ല. സുപ്രീം കോടതി കോൾഡ് ഫ്രീസറിൽ വെക്കാൻ കുറെ സമയം കൂടെ എടുത്തു. അതിനിടയ്ക്ക് ഒരു സുപ്രീം കോടതി ജഡ്ജി KK വേണുഗോപാലിനെ കുറിച്ച് തർക്കമില്ല. അതല്ല ഇവിടുത്തെ വിഷയവും. ഞാൻ പറയുന്നത് ശബരിമല പ്രക്ഷോഭം വളരെ പ്രക്ഷുബ്ധമായിരുന്ന ഒരു സമയത്തല്ല ഈ സംഭവം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അത് സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതല്ല ഇവിടുത്തെ ചർച്ചാ വിഷയവും. ശ്രീ ഷാജി രാഘവൻ, ഇന്നിപ്പോ VN വാസവന്റെ ഒരു പ്രതികരണം വന്നത് സർക്കാരിനോ ദേവസ്വം വകുപ്പിനോ ഇതിൽ പങ്കില്ല, ഇതിൽ അന്നത്തെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച എന്നുള്ളതാണ്. അപ്പൊ ഈ അന്വേഷണവും ഏറെക്കുറെ ഉദ്യോഗസ്ഥരെ ചുറ്റിപ്പറ്റി എന്ന നിലയ്ക്ക് മാത്രമായിരിക്കുമോ? എങ്ങനെയാണ് ദേവസ്വത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിൽ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ ദേവസ്വം വകുപ്പിനോ പങ്കില്ലാതാവുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക്, അതായത് ദേവസ്വവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടോ ശബരിമലയുമായി ബന്ധപ്പെട്ടോ സർക്കാരിന് ഒരു കാര്യവും ചെയ്യേണ്ടതില്ല. സർക്കാർ പക്ഷേ അയ്യപ്പ സംഗമം അടക്കം നടത്താൻ പോകുന്ന ഒരു സർക്കാരിന് ശബരിമലയുടെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പോലും പങ്കില്ല എന്ന് പറയുമ്പോൾ നല്ലതിനൊക്കെ ഉത്തരവാദിത്തം, അവിടെ എന്തെങ്കിലും മോശമായി നടന്നിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നത് പോലെയല്ലേ? അത് താങ്കൾ വളരെ ശരിയായിട്ടാണ് പറഞ്ഞത്. ഈ ദേവസ്വം ബോർഡ് ഒരു പ്രത്യേക സംവിധാനമാണ്, ഗവൺമെൻറ്റിന് ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ ഇവർ അയ്യപ്പ സംഗമത്തിൻ്റെ നിലപാടിതൊന്നും ആയിരുന്നില്ലല്ലോ. ആയിരുന്നു. അയ്യപ്പ സംഗമം നടത്തുക വഴി എന്താ അവർ സത്യത്തിൽ ചെയ്തത്? രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാമാങ്കം നടത്താൻ വേണ്ടിയിട്ട് കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചില്ലേ ഗവൺമെൻറ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സമയത്ത് കോടതിയിൽ പോയി, ഭക്തജനങ്ങൾ കോടതിയിൽ പോയ സമയത്ത് എന്താ ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും കോടതിയോട് പറഞ്ഞത്? ഞങ്ങൾ ദേവസ്വം ബോർഡിൽ നിന്ന് നയാ പൈസ അതിന് വേണ്ടി കൊടുക്കില്ല, അത് സ്പോൺസർഷിപ്പ് വഴിയായിരിക്കും ചെയ്യുക. പക്ഷേ പറഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അഡ്വാൻസായിട്ട് 13 ലക്ഷം രൂപ കുമരകത്തുള്ള 4 റിസോർട്ടുകൾക്കായി കൊടുത്തു. മാധു, എന്തിനു വേണ്ടിയിട്ട്? 150 കിലോമീറ്റർ ഉണ്ട് പമ്പയിൽ നിന്നും ഈ പറയുന്ന കുമരകം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. 150 കിലോമീറ്റർ എടുത്തുണ്ട്.
പമ്പയിൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വരുന്ന അയ്യപ്പന്മാർക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് കുമരകത്തെ 5 സ്റ്റാർ ഹോട്ടലിലാണ്. അല്ല, അതുകൊണ്ടായിരിക്കും ആളുകളൊന്നും വരാത്തത്. 10-20,000 രൂപ ചെലവഴിച്ചുള്ള ലക്ഷറി മുറികളൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ഈ പറയുന്ന പോലെ കല്ലുമുള്ളും ചവിട്ടി പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. എന്തിനാണ് സമഭാവനയുണ്ട് അയ്യപ്പന്മാർക്കിടയിൽ എന്നൊക്കെയാണ് അന്ന് പറഞ്ഞതും. അതുകൊണ്ട് തന്നെ ഒരേ ക്ലാസ്സിലാണ് എല്ലാവരെയും പരിഗണിക്കുക എന്നൊക്കെയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷേ ചിലർക്ക് റൂം എടുത്തു കൊടുത്തിരിക്കുന്നത് 25,000 രൂപ പ്രതിദിന റെന്റുള്ള ഇടത്തൊക്കെയാണ്. മധുസജി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ഗവൺമെൻറ്റിന് ഇതിനകത്ത് ഈ ഏറ്റവും അവസാനം ഈ 1.5 കിലോ സ്വർണം 390 ഗ്രാം സ്വർണമായി മാറുന്ന തീവട്ടിക്കൊള്ളയിൽ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഏത് കാലത്തിരുന്നതായാലും ശരി, ഇപ്പോഴിരിക്കുന്നതിന് മുമ്പിരുന്ന ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും ആ കാലാകാലങ്ങളിലിരുന്ന മന്ത്രിമാരുൾപ്പെടെ വകുപ്പ് മന്ത്രിമാർക്കുൾപ്പെടെ പങ്കുണ്ടെന്നേ. ഇത് കേവലം ഞാൻ ചോദിച്ചോട്ടെ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് വന്ന് താങ്കൾക്ക് ഒരുപക്ഷെ അത് കണ്ടിട്ടുണ്ടാവില്ല, ശ്രീകോവിലിൻ്റെ മുമ്പിലാണ് ഈ പറയുന്ന ദ്വാരപാലകന്മാർ ഇരിക്കുന്നത്. അവിടുന്ന് അഴിച്ചുകൊണ്ട് തോളത്തെടുത്ത് വെച്ച് മല ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഇത് ആരാ വിശ്വസിക്കാന്നേ? ഏറ്റവും കുറഞ്ഞത് അവിടെ 24 അവേഴ്സ് മറുപടി പറഞ്ഞിട്ടുണ്ട് ശ്രീ ഷാജി രാഘവൻ. ഞാൻ കട്ടെടുത്തതല്ല എന്ന് അദ്ദേഹം പറയുമ്പോ, ഞാൻ കട്ടെടുത്തതല്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞപ്പോ, എനിക്കിത് നിയമപരമായി മാനദണ്ഡങ്ങൾ അനുസരിച്ച് കോപ്പർ പ്ലേറ്റ് എന്ന് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തി തന്നതാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല. അദ്ദേഹത്തിന് ഈ കേസിന്റെ അന്വേഷണത്തിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റുന്ന തരത്തിലുള്ള രേഖ അവിടെയുണ്ട്. ദേവസ്വം ബോർഡ് ചെമ്പെന്ന് പറഞ്ഞത് അദ്ദേഹം സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. അത് അദ്ദേഹത്തിന്റെ ഔദാര്യം, അദ്ദേഹത്തിന്റെ നന്മ, അദ്ദേഹത്തിന്റെ സമർപ്പണ ബുദ്ധി എന്ന നിലയ്ക്ക് പരിഗണിച്ചാൽ പോരെ എന്ന് അദ്ദേഹം കോടതി പറയില്ലേ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രശ്നമല്ല. പോറ്റിയെ പോറ്റുന്നവരുണ്ട്. ആ പോറ്റിയെ പോറ്റുന്നവർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെ. അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത് ചെമ്പാണ് കൊടുത്തതെന്ന്. അത് തൊട്ട് ഈ ദേവസ്വം സെക്രട്ടറിയും അതിന് മുകളിലേക്ക് ഇരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും വകുപ്പ് മന്ത്രിക്കും ഒക്കെ ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ടെന്നേ. ഇത് കാലാകാലങ്ങളിൽ ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു കോടതി ഇടപെടൽ കൊണ്ടാണ് ഈ വിഷയം പുറത്തു വന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. അതുകൊണ്ടാണ് മധു, ഞാൻ എൻ്റെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ 20 വർഷത്തെ ദേവസ്വം ബോർഡ് ഭരണം, അവിടെ നടന്ന റിക്രൂട്ട്മെൻറ്റ്, അവിടെ നടന്നിട്ടുള്ള മരാമത്ത് പണികൾ, അവിടെ നടത്തിയിട്ടുള്ള വഴിപാടുകൾ, അവിടെ വന്നിട്ടുള്ള ദേവസ്വത്തിന് കിട്ടിയിട്ടുള്ള ഭക്തന്മാർ സമർപ്പണം ചെയ്തിട്ടുള്ള വസ്തുവകൾ, ആസ്തികൾ, ഇതിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായ ഒരു ഓഡിറ്റ് അന്വേഷണം നടത്താൻ ഇവർ തയ്യാറുണ്ടോ? ഇവിടെ ബഹുമാന്യനായ ലിജു പങ്കെടുക്കുന്നു. ഞാനിപ്പോഴും ഞങ്ങൾ BJPയുടെ നിലപാടിതാണ് കഴിഞ്ഞ 20 വർഷം. അതുകൊണ്ടാണ് ഞാൻ ശിവകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രി ഇരുന്ന കാലത്തെ ചില കാര്യങ്ങളിലൂടെ ഞാൻ സൂചിപ്പിക്കാൻ കാരണം അതാണ്. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ ആര് വന്നാലും അവിടുത്തെ റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെ അഴിമതിയാണെന്നേ. ഈ ദേവസ്വം ബോർഡിൽ ഇവരൊക്കെ ചർച്ച ചെയ്യുന്നത് പോലും എന്താ പറയുക, 2 കാര്യം അവർ ചർച്ച ചെയ്യുള്ളൂ. കോടിക്കണക്കിന് വരുമാനം വന്നാലും അതിൻ്റെ കണക്കെടുക്കാനോ കാലാകാലങ്ങൾ അതിൻ്റെ മൂല്യം നോക്കിക്കൊണ്ട് രജിസ്റ്ററുകൾ ഉണ്ടാക്കാനോ അത് കൃത്യമായി സൂക്ഷിക്കാനോ അതിൻ്റെ കണക്കുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ ഭക്തരെ ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും പ്രവർത്തനം ഇത് ശബരിമലയിൽ മാത്രമല്ല. ഇത് നിങ്ങൾക്കറിയാം, ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട്. കൊല്ലത്ത് ശാസ്താംകോട്ടയിൽ ശാസ്താക്ഷേത്രമാണ്. അവിടെയുള്ള ഭക്തജനങ്ങളെല്ലാം കൂടി 2 കോടി രൂപ പിരിച്ചു കൊടുത്തു. എന്തിനെന്നറിയോ? ഏതാണ്ട് ഒരു 5 കിലോ സ്വർണം, ഏതാണ്ട് 5 കിലോ സ്വർണ്ണമായി അവിടെ ഈ കൊടിമരത്തിന് പറയിറക്കും. സ്വർണ്ണ കൊടിമരം ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. അതായത് ഒരു നടുക്ക് ഒരു നല്ല മരത്തിൻ്റെ പുറത്ത് പറയിറക്കുക എന്നുള്ളതാണ് അതിൻ്റെ സംവിധാനം. അതിനുവേണ്ടി ജനങ്ങൾ പിരിച്ചു കൊടുത്തത് 2 കോടി രൂപ. മാധു 27 ദിവസം കഴിഞ്ഞപ്പോൾ സ്വർണം കറുത്തു. ഈ പറയെന്ന് പറയുന്നതിൻ്റെ കവറിങ് കറുത്തവിടെ. ഈ സ്വർണം എന്താ, സ്വർണത്തിൻ്റെ മഹത്വം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. എന്താ, ഒരു കാലത്തും അതിൻ്റെ വെളിച്ചം, അതിൻ്റെ തെളിച്ചം മായാത്തൊരു ലോഹമാണ് ഈ സ്വർണം. ദേവസ്വം ബോർഡ് കൈകൊണ്ട് തൊട്ടാൽ സ്വർണം കറക്കും. ഇത് കഴിഞ്ഞ 10 വർഷമല്ല. ഈ കേരളത്തിലെ ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, ഈ കേരളത്തിലെ പ്രബല ജനവിഭാഗം വിശ്വാസികളായിട്ടുള്ള ആരാധനാലയങ്ങളിൽ കഴിഞ്ഞ 10-20 കാലങ്ങളായി നടക്കുന്ന തോന്നിവാസമാണെന്ന്. ഇത് ചോദ്യം ചെയ്യാൻ ആളില്ല. ഇവരൊരു ഇഷ്യൂവിൻ്റെ ബേസിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മാറി മാറി നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഈ വീരവാദങ്ങളൊക്കെ മുഴക്കും. ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, കഴിഞ്ഞ 20 വർഷത്തെ ഏറ്റവും പുറത്തു വന്ന ഒരു റിപ്പോർട്ടോടെ ഞാൻ പറയാം, അത് ഇടപെടരുത്. ഇന്ന് ഞാൻ കേട്ട ഭാഗം ശരിയാണെങ്കിൽ 2018 ഭഗവാന്റെ ദണ്ഡ് പോലും സ്വാമി അയ്യപ്പൻ, ഒരുപക്ഷെ രാഹുൽ ഈശ്വരൻ അറിയാം ദണ്ഡിൻ്റെ മഹാത്മ്യം. മണ്ഡലകാലം കഴിഞ്ഞാൽ യോഗനിദ്രയിൽ പോകുന്ന അയ്യപ്പൻ ധരിക്കുന്നത് ദണ്ഡും അതുപോലെ തന്നെ ഏകമുഖിയായിട്ടുള്ളൊരു രുദ്രാക്ഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതുപോലും സ്വർണം കെട്ടാൻ പുറത്തു കൊണ്ടുപോയതിനു ശേഷം തിരിച്ചു വന്നതാണോ എന്നുള്ളൊരു സംശയം പുറത്തു വരുന്നുണ്ട്. ഇത്ര കണ്ട് വിശ്വാസികളുടെ മേൽ കുതിര കയറുന്ന ഒരു സംവിധാനം ഈ ദേവസ്വം ഇത് അവസാനിപ്പിച്ച് ക്ഷേത്രത്തിന്റെ ഭരണം ഭക്തർക്ക് കൊടുക്കണം.
ഞാൻ വരാം. ശ്രീ ജേക്സി തോമസ്, ഇപ്പോൾ അവിടെ ഒരു മോഷണം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ കളവ് നടന്നിട്ടുണ്ട് എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് വിവിധ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് അവിടെ ദേവസ്വം ബോർഡ് കട്ടു എന്നു തന്നെയാണ്. ആ നിലയ്ക്കുള്ള വിമർശനങ്ങൾ പലയിടങ്ങളിൽ നിന്നുണ്ടാകുന്നു. അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തുകൊണ്ട് പോയ അമ്പലക്കള്ളന്മാർ എന്നുള്ള, അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്നുള്ള ബാനർ ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. പക്ഷേ ഇന്ന് ദേവസ്വം മന്ത്രി പറയുന്നു ഇതിന് സർക്കാരിനോ ദേവസ്വം വകുപ്പിനോ യാതൊരു പങ്കും ഇല്ല എന്നുള്ളത്. അവിടെ ഇങ്ങനൊരു വീഴ്ച നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണെങ്കിൽ ആ വീഴ്ച ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടത് ദേവസ്വമാണ് എന്നുള്ള ഒരു മിനിമം കാര്യമുണ്ടല്ലോ, അതെങ്ങനെയാണ് നിരാകരിക്കുക? ആദ്യമായി തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, പ്രത്യേകിച്ച് സമീപ ദിവസങ്ങളിൽ അത്രയും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. ഞാൻ പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എനിക്ക് കേൾക്കുന്നു. അത് പരിഹരിക്കാം. ജയ്ക്ക് പറയൂ. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണ്, ഈ ഇക്കാര്യത്തിൽ ഒഴിവാക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഇതിനോടകം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അതോടൊപ്പം ദേവസ്വം വകുപ്പിന്റെ ചുമതലയുള്ള വകുപ്പ് മന്ത്രിയും കഴിഞ്ഞ ദിവസങ്ങളായി, പ്രത്യേകിച്ച് ഇന്ന് നിയമസഭാ സമ്മേളനാനന്തരവും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് നടത്തിയിട്ടുള്ള ചോദ്യ മറുപടികളൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ളതാണ്. പക്ഷേ ഈ സംഭവവികാസത്തിന്റെ ശക്തവും സമഗ്രവുമായ അന്വേഷണത്തിനായിട്ട് ദേവസ്വം ബോർഡ് വിജിലൻസും ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൂടെ നിർദ്ദേശാനുസരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം DGയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള SIT രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. അവർ ഈ കാര്യത്തിൽ ശക്തമായ അന്വേഷണവുമായി മുമ്പോട്ടേക്ക് പോവുകയാണ്. പക്ഷേ ആ സംഭവവികാസത്തെ മുൻനിർത്തി മാത്രം, ഒരൊറ്റ സംഭവവികാസത്തെ മുൻനിർത്തി മാത്രം ഇതാകെ അമ്പലം വിഴുങ്ങുകളുടെ ഒരു ഏർപ്പാടായി ഈ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ശബരിമലയിൽ എന്തോ തെറ്റ് വിപുലമായ ഒരു ശ്രമം ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന പ്രതിപക്ഷ നരേഷൻ, അത് അങ്ങേയറ്റം രാഷ്ട്രീയമായ ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ്. പിടിച്ചു നിൽക്കാൻ ഒരു ഊന്നുവടിയില്ലാതെ സമ്പൂർണ്ണമായി വയനാട്ടെ ജനങ്ങളുടെ അടക്കം ദൈന്യത വിറ്റ് സംഘടിത തസ്കര സംഘമായി കേരളത്തിൽ അനാവരണം ചെയ്യപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിടിച്ചു നിൽക്കാൻ ഒരു ഊന്നുവടി എന്നതുപോലെ അമ്പലം വിഴുങ്ങി എന്ന പ്രയോഗം ബാനറാക്കി നിയമസഭയിൽ ഉയർത്തിയിരിക്കുകയാണ്. വേണമെങ്കിൽ തിരിച്ചു പറയാം, അമ്പലം വിഴുങ്ങികൾ ആരായിരുന്നു? കുമാര സഹോദരന്മാർ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന കാലമുണ്ടായിരുന്നല്ലോ. പാത്രം വാങ്ങിയതിൽ 1.5 കോടി രൂപയുടെ അഴിമതി, ശർക്കര വാങ്ങിയതിൽ അഴിമതി, ദേവസ്വം ബോർഡ് അംഗങ്ങളാக റിക്രൂട്ട്മെന്റിന്റെ ലക്ഷങ്ങളും കോടികളും വെച്ച് അഴിമതി വാങ്ങിച്ചത്, ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തത് കോടതിയിൽ നിൽക്കുന്നത് ആ കുമാര സഹോദരന്മാരുടെ ദേവസ്വം ബോർഡ് കാലയളവിലെ അനുഭവത്തെ വെച്ചിട്ടായിരിക്കും അമ്പലം വിഴുങ്ങികൾ എന്ന പ്രയോഗം കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് നിയമസഭയിൽ ഉയർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ആ കാലമല്ല ഇത്. 2025 ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന ആ പ്രയോഗത്തിന് അർത്ഥപൂർണമാം വിധം അത് യോജിക്കുന്ന ഒരു പോറ്റി, ആ പോറ്റി വന്നിട്ട് എന്താ പറയുന്നത്, ഈ സാധനങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞിരുന്നു. കേരളത്തിൽ വലിയ വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പോറ്റിയുടെ വാക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങി അതിനെ ശിരസിൽ എടുത്തു വെച്ചുകൊണ്ട് പോറ്റി സംരക്ഷകനായി, പോറ്റി എന്ന വാക്കിന്റെ തന്നെ പോറ്റുന്നവൻ സംരക്ഷകൻ എന്നുള്ളതാണല്ലോ, ആ പോറ്റി സംരക്ഷകനായി മാറിയ പ്രതിപക്ഷ നേതാവ് തൊണ്ട തൊടാതെ ഏറ്റെടുത്ത് വെച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തി. 3 ദിവസം തികയുന്നതിന് മുമ്പ് കേരളത്തിലെ ദേവസ്വം വിജിലൻസ് ചെയ്ത കാര്യം എന്താണ്? ഈ ആരോപണം ഉന്നയിച്ച പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടുവളപ്പിൽ നിന്ന് തന്നെ ഇതേ സാധന സാമഗ്രികൾ കണ്ടെടുക്കുന്നു. ലക്ഷണമൊത്ത ഒരു കള്ളനാണ്, ലക്ഷണമൊത്ത ഒരു അമ്പലം വിഴുങ്ങിയാണ് ടിയാൻ എന്ന് മനസ്സിലാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വെളിപ്പെടുന്നു. അപ്പോൾ 2025 ഈ കാര്യങ്ങൾ സ്വർണം പൂശാൻ കൊണ്ടുവന്നുള്ള നിർദ്ദേശങ്ങൾ, മാനദണ്ഡങ്ങൾ എന്തൊക്കെ പാലിച്ചു എന്നതിനെ സംബന്ധിച്ച് ചർച്ച ഉയർന്നു വരുന്നു. കോടതി സമക്ഷം ബോധ്യപ്പെടും വിധം, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് അംഗീകാരത്തോടുകൂടെ ബോധ്യപ്പെടും വിധമുള്ള നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് ഈ ഗവൺമെന്റും ദേവസ്വം ബോർഡും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഇക്കാര്യം ചെയ്തിട്ടുള്ളതെന്ന് ബോധ്യപ്പെടുന്നു. അപ്പൊ പിന്നെ 2019 കുറിച്ചാണ് ചോദ്യം. 2025 ഈ പിഴവ് സംഭവിക്കാതിരിക്കാൻ ജാഗ്രത കാണിച്ച ഗവൺമെന്റ് ഈ നുണ ഉന്നയിച്ച അമ്പലം വിഴുങ്ങിയുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ സാധന സാമഗ്രികൾ കണ്ടെത്താൻ നേതൃത്വമായ ഗവൺമെന്റ് 2019 തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് 2025 തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. കോടതി അറിയാതെയാണ് അവിടെ നിന്ന് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അവിടേക്ക് അനുഗമിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. കോടതിയുടെ അനുമതി ഇല്ലാതെയാണ് കൊണ്ടുപോയത്. അവിടെ നിന്നാണ് ഈ അന്വേഷണത്തിന് തുടക്കമുണ്ടാകുന്നത്. അതുകൊണ്ട് 2025 ജാഗ്രതയെക്കുറിച്ച് അങ്ങ് പറയുന്നത് കടന്ന കൈയാണ്. രണ്ടാമത്തെ കാര്യം അങ്ങ് പറയുന്നു വിജിലൻസ് അന്വേഷണം. ഇപ്പൊ എനിക്ക് ശിവകുമാറിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പ്രതിരോധിക്കേണ്ട കാര്യമില്ല, അഡ്വക്കേറ്റ് എം ലിജു ചെയ്യും. പക്ഷേ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ അവർക്കെതിരെയുള്ളത് സഹോദരനെതിരെയുള്ളത് വിജിലൻസ് അന്വേഷണമാണല്ലോ. അതേ വിജിലൻസ് അന്വേഷണം ഇപ്പോൾ ഇവിടെയും നടക്കുകയാണ്. ഈ സർക്കാരിന്റെ കാലത്തും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം അവിടെ ഉണ്ടാവുകയാണ്. ശബരിമല അയ്യപ്പന്റെ സന്നിധാനവുമായി ബന്ധപ്പെട്ട
ക്രമക്കേടിന്റെ പേരിൽ. രണ്ടാമത്തത്, പോറ്റിയെ വിശ്വസിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിനെതിരെ അങ്ങ് ഉന്നയിക്കുന്ന ആരോപണം. പോറ്റിയെ ആദ്യം വിശ്വസിച്ചത് ആരാണ്? പോറ്റിയെ വിശ്വസിച്ചതാ കൊണ്ടുപോയിക്കോളൂ, നമ്മൾ ഒരു കുഞ്ഞു മോതിരം എടുത്ത് നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ കയ്യിൽ വിശ്വസിച്ച് കൊടുക്കുമോ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പോൾ അയ്യപ്പന്റെ സ്വർണം പോറ്റിയെ വിശ്വസിച്ച് കൊടുത്തുവിടാൻ തയ്യാറായ ദേവസ്വം ബോർഡുള്ളപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിൽ ഒരു ചോദ്യം ചോദിക്കുന്നത് മഹാപരാധമോ? ഇരിക്കട്ടെ, ഞാനപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് തന്നെ വരാം. ഇപ്പോൾ UDFന്റെ കാര്യം നമുക്ക് രണ്ടാമത് എടുക്കാം. അങ്ങയുടെ ആദ്യത്തെ ഭാഗം എന്താണ്? 2025 കുഴപ്പമുണ്ടായി. ഞാൻ പരിമിതികളോടുകൂടെ മനസ്സിലാക്കുന്നത്, അതായത് ദേവസ്വം സ്മിത്തിന്റെ സാന്നിധ്യത്തിൽ ഈ പാളികൾ പരിശോധിച്ച് അതിന്റെ തൂക്കമളന്ന് രേഖപ്പെടുത്തി ചിട്ടപ്പെടുത്തി അതിനുശേഷം CCTV സർവൈലൻസിൽ ക്യാമറ ഫുട്ടേജോടുകൂടെ ഇക്കാര്യങ്ങൾ ചിത്രീകരിച്ച് അതിനു മുമ്പായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയും എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും സാന്നിധ്യത്തിൽ ഇക്കാര്യങ്ങൾ പരിശോധന നടത്തി പോലീസ് സബ് ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ സാധന സാമഗ്രികൾ എത്തിക്കുന്നു. ഇത്രയും നിയതമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ മുൻപ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ കൂടെ നിർദ്ദേശാനുസരണം ഇത്തരം കാര്യങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നതിൽ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ അത്രയും തന്നെ നടന്നുകൊണ്ട് 2025 അതാണ് ഞാൻ ദേവസ്വം ബെഞ്ചിന്റെ അനുമതി വേണമെന്നുള്ളതാണ്. അത് 2025 ഉണ്ടായില്ല. അതിന്റെ പേരിലാണ് ഇക്കണ്ട അന്വേഷണം മുഴുവൻ ഉണ്ടാകുന്നത്. JK, അടിസ്ഥാനപരമായി ഉണ്ടായ ചട്ടലംഘനം, നിയമലംഘനം എന്ന് പറയുന്നത് കോടതി നിർദ്ദേശം അട്ടിമറിച്ചു എന്നുള്ളതാണ്. അതിന്റെ പേരിലാണ് ഇക്കണ്ട അന്വേഷണവും കാര്യങ്ങളും മുഴുവൻ ഉണ്ടാകുന്നത്. ഞാൻ അവിടെയാണ് അങ്ങയോട് ആവർത്തിച്ചു അങ്ങേ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. ഇത്രയും കാര്യങ്ങൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബെഞ്ചിന്റെ അനുമതി ഉൾപ്പെടെ ഇത്രയും കാര്യങ്ങളാണ് ശബരിമലയുടെ ഈ കാര്യങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നതിൽ സ്വീകരിക്കേണ്ട നിയാമകമായ കാര്യങ്ങൾ. ആ കാര്യങ്ങൾക്കകത്ത് ഒരു തെറ്റോ ഒരു പിഴവോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെടാൻ ചെയ്യേണ്ട 8-ലധികം കാര്യങ്ങൾ 2025 ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഭരണസമിതിയും ഒക്കെ നേതൃത്വമായി ഞാൻ ഈ പറയുന്ന ദേവസ്വം ബോർഡ് സ്മിത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, SIയുടെ സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കല്, അതോടൊപ്പം വീഡിയോ ഫുട്ടേജിന്റെ ചിത്രീകരണം, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവരുടെ തന്നെ വാഹനത്തിൽ ഇതെത്തിക്കൽ, ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ 2025 ഈ സർക്കാരിന്റെ കാലയളവിൽ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നടക്കം പഴുതടച്ച് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ക്രമക്കേടിന് സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്താൻ സർക്കാരിന് 2025 കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. നേരിട്ട് ബന്ധമില്ല എന്നല്ലേ ദേവസ്വം മന്ത്രി പറയുന്നത്? അപ്പൊ പിന്നെന്താ സർക്കാരിന് അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ നേരിട്ട് ബന്ധമില്ലല്ലോ. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ മാത്രം ചെയ്യുന്ന പ്രതിഭാസമല്ലേ? 100% ഞാൻ ഉദ്ദേശിച്ചത് ഈ സർക്കാരിന്റെ കാലയളവിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഭരണസമിതിയും ഒക്കെ ഇക്കാര്യങ്ങളിൽ ഉറപ്പുവരുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അങ്ങ് സൂചിപ്പിച്ച കോടതിയിൽ ദേവസ്വം ബെഞ്ചിന്റെ അനുമതി വാങ്ങുന്ന കാര്യത്തിൽ പോരായ്മ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ചോദ്യോത്തരങ്ങളും വാദപ്രതിവാദവുമാണ് കോടതിയിൽ നടക്കുന്നത്. അത് നടക്കട്ടെ. പിന്നെ ഈ സംഭവവികാസത്തെ മുൻനിർത്തിയിട്ട് ഇങ്ങനെയൊരു ചാപ്പയടിക്കൽ പ്രക്രിയയ്ക്ക് ഇവർ നേതൃത്വമാകാൻ കാരണം എന്താണ്? അവിടെ ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു വിജിലൻസ് കേസിന്റെ അന്വേഷണം മാത്രമല്ല, അങ്ങ് സാധ്യമെങ്കിൽ മാതൃഭൂമിയുടെ ആർക്കൈവ്സിൽ അങ്ങയുടെ PCR ടീമിനോട് പറ, 2016 പുറകിലുള്ള കുമാര സഹോദരന്മാരുടെ അമ്പലം വിഴുങ്ങി കാലയളവിൽ 1.08 കോടി രൂപയുടെ ശബരിമലയിലെ പാത്രം വാങ്ങൽ അഴിമതിയുടെ പ്രത്യേകത എന്താ? ഒരു വിജിലൻസ് എൻക്വയറി ഇപ്പൊ നടത്തി റിപ്പോർട്ട് കോടതിയുടെ മുമ്പിൽ കൊടുത്തു. അത് മാത്രമല്ല, അന്ന് ഓംബുഡ്സ്മാന്റെ പ്രതികരണം എന്തായിരുന്നു? ഇദ്ദേഹത്തെ എന്റെ ഓർമ്മ ശരിയെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോ എക്സിക്യൂട്ടീവ് ഓഫീസറോ പദവിയിലുണ്ടായിരുന്ന അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന ദേവസ്വം മന്ത്രിയുടെ സ്വന്തം സഹോദരനെ ചെവിക്ക് പിടിച്ച് പുറത്താക്കാൻ ഓംബുഡ്സ്മാൻ ഉത്തരവിടുന്ന സമീപനത്തിലേക്ക് എത്തിയിരുന്നില്ലേ? അതിനെ തുടർന്നല്ലേ കേസെടുത്ത് വിജിലൻസ് എൻക്വയറിയിലേക്ക് പോകുന്നത്? ആ വിജിലൻസ് എൻക്വയറി അല്ലേ ഇപ്പോൾ അന്വേഷണം പൂർത്തീകരിക്കപ്പെട്ട് കോടതിയുടെ മുമ്പിലേക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തിയത്? ആ സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ശർക്കര വാങ്ങുന്നതിലെ അഴിമതി, ആ സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ റിക്രൂട്ട്മെന്റിനെ സംബന്ധിച്ചുള്ള അഴിമതി, അങ്ങനെ 3-ലധികം വരുന്ന അഴിമതിയുടെ വിജിലൻസ് റിപ്പോർട്ടുകൾ ഇപ്പൊ കോടതിയുടെ സമക്ഷത്തിരിക്കുകയാണ്. അതൊക്കെ ശരിയാണ് ജേക്ക്, ഞാൻ പറഞ്ഞല്ലോ, എനിക്കതിലൊന്നും യാതൊരു തരത്തിലുള്ള എതിർവാദങ്ങളുമില്ല. അത് ഉന്നയിക്കാതിരിക്കുകയോ ചെയ്യുന്നത് കോൺഗ്രസ് പ്രതിനിധിയുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ അന്ന് അത് നടന്നതിന് ശേഷം 9 വർഷക്കാലത്തിന് ശേഷമാണ് കോടതിയുടെ പരിഗണനയിലേക്ക് ഇതെല്ലാം വരുന്നത്. ഈ കാര്യത്തിൽ ഗൗരവതരമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തലുകൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിലാണ് അന്വേഷണം നടത്തുന്നത്. ഇനി ഒരു 9 വർഷം കഴിയുമ്പോൾ ഒരുപക്ഷെ ഇത് അതിനേക്കാൾ വലിയ ആരോപണവുമായി രംഗത്ത് വരും. അപ്പോൾ 9 വർഷം മുമ്പ് UDF കാലത്ത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടില്ലേ എന്നുള്ളത് ഇക്കാലത്തുണ്ടാകുന്ന കാര്യങ്ങളുമായി തുലനം ചെയ്ത് ജനറലൈസ് ചെയ്യാനുള്ളൊരു കാര്യമല്ലല്ലോ. ഇതിൽ ഇപ്പൊ ഈ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട ഉത്തരവിൽ തന്നെ പറയുന്ന ഗൗരവതരമായ പിഴവുകളും പ്രശ്നങ്ങളും ഉണ്ടല്ലോ. ഒരിക്കലുമല്ല അങ്ങ് അക്കാര്യത്തിൽ അതിനെ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് എന്റെ വിനീതമായ അഭിപ്രായം. കാരണം എന്താണ്?
UDF ഈ കാര്യത്തിൽ കുമാര സഹോദരന്മാരുടെ കാര്യത്തിൽ അമ്പലം വിഴുങ്ങുകളായി ശർക്കര വാങ്ങിക്കാൻ, പാത്രം വാങ്ങിക്കാൻ, റിക്രൂട്ട്മെന്റ് നടത്താൻ ശബരിമലയും ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ച് സ്വയം തടിച്ചു തീർക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടൊരു ആരോപണം ഉണ്ടായാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കരുത്. അതേ അല്ല എന്റെ അഭിപ്രായം. ആ UDFന്റെ പണി ഞങ്ങൾ ചെയ്യില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 2019 ഞാൻ ഉദാഹരണം പറയാം. ദേവസ്വം ബോർഡും വകുപ്പ് മന്ത്രിയും ഒക്കെ ഇന്ന് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ. 2019 ഇക്കാര്യത്തിൽ ചില ജാഗ്രതാ കുറവുണ്ടായി. ആ ജാഗ്രതാ കുറവുണ്ടായതിന്റെ ഭാഗമായിട്ട് ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്? ബോർഡ് നേതൃത്വമുണ്ടോ? അതിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുണ്ടോ? അതിന്റെ ഉദ്യോഗസ്ഥ വൃന്ദമുണ്ടോ? ആ കാര്യങ്ങളുടെ അടക്കം ശക്തമായി പരിശോധന നടക്കും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ഈ സാധനം 48 മണിക്കൂറിനകം പിടിച്ചെടുക്കാൻ തയ്യാറായ അതേ വിജിലൻസ്, അതേ അന്വേഷണ സംഘം കൂടുതൽ ശക്തമായി കേസെടുത്ത് ഇന്ന് SIT രൂപീകരിച്ച് സമഗ്രമായ അന്വേഷണങ്ങളിലേക്ക് പോകുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു വാചകം ഉണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ച ചോദ്യത്തിന്. ഈ കാര്യത്തിൽ CPIM ഒരാളുടെയും സംരക്ഷണം ഏറ്റെടുക്കാനില്ല, ഒരാളെയും സംരക്ഷിക്കാനുമില്ല. ആ സമീപനം UDFിനില്ല. നിങ്ങൾക്കാണ് 430 വീട് ഓഫർ ചെയ്ത് പണം പിരിച്ച തസ്കര സംഘമല്ലേ? അവരെ പോലാണ് ഞങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചോദ്യം ഇവർക്കൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? എവിടെയും ഇല്ലല്ലോ. ആ തസ്കര സംഘത്തെ പോലെ അല്ല ഞങ്ങൾ. രണ്ടും ഒന്നാണെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. അവരെ പോലെ അല്ല ഞങ്ങൾ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ശരി, ലിജു, അതായത് ഇപ്പൊ നേരത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞു 20 വർഷക്കാലത്തെ കാര്യങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അവർക്ക് മാറി മാറി ഭരിച്ച UDFന്റെയും LDFന്റെയും സർക്കാരിന്റെ വിശ്വാസമില്ല. ഇപ്പോൾ ജയ്ക്ക് ശക്തിയുക്തം മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഇതിനേക്കാൾ കള്ളത്തരവും കൊള്ളയും പട്ടാപ്പകൾ നടന്നൊരു കാലഘട്ടത്തിന്റെ തുടർച്ചയിലാണ് ഇതുണ്ടാകുന്നത്. ഇത് ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. അന്ന് വീഴ്ച സംഭവിച്ചു എന്ന് സർക്കാർ പറയുന്നു. SIT അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണ് എന്ന് കോടതി അറിയിക്കുന്നു. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്ന ആരെയും സംരക്ഷിക്കില്ല എന്ന് പാർട്ടി നിലപാടെടുക്കുന്നു. ഇതിലപ്പുറം എന്താണ് വേണ്ടത്? പക്ഷെ നിങ്ങൾക്ക് സംരക്ഷണ മനോഭാവമായിരുന്നു എന്ന ആരോപണം കൂടി മുന്നോട്ട് വെക്കുന്നു. അത് ഞാൻ ജയ്ക്കിൻ്റെ വാദഗതികൾ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ രണ്ട് പീരീഡിനെയും രണ്ടായി ആണ് തിരിക്കുന്നത്. 2019 സ്വർണം പൂശിയ പാളികൾ, ചെമ്പ് പാളികൾ, അതും ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയതുമൊക്കെ തന്നെ എല്ലാം അപ്രത്യക്ഷമാക്കി. ആ വിജയ് മല്യ നൽകിയ 33.5 കിലോ സ്വർണത്തെക്കുറിച്ചുള്ള പരാമർശം പോലും അപ്രത്യക്ഷമാക്കി. ആ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളെയും വാതിൽപ്പാളികളെയും പൂർണ്ണമായി ചെമ്പാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുമ്പോൾ കേരളം ഭരിച്ചിരുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. കടകംപള്ളി സുരേന്ദ്രനായിരുന്നു അന്നത്തെ ദേവസ്വം മന്ത്രി. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് പത്മകുമാർ ആയിരുന്നു. ഒരു തരത്തിലുള്ള ദേവസ്വം മാനേജ്മെന്റ് പറയുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതെ തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യമില്ലാതെ നമുക്കെല്ലാവർക്കും അറിയാം 99 മുതൽ സ്വർണമായിരുന്ന ദ്വാരപാലക ശില്പങ്ങളും അവിടുത്തെ വാതിൽപ്പാടുകളും ഒറ്റ നിമിഷം കൊണ്ട് ചെമ്പാവുകയാണ്. എന്നിട്ട് അദ്ദേഹം കൊടുത്തുവിട്ടു. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഒരു പരാമർശമെങ്കിലും ജയിക്കാതിരിക്കുക ഇപ്പം നിങ്ങളിപ്പോൾ പറയാത്ത എന്താണ്? അതൊരു LDF കാലഘട്ടമായിരുന്നില്ലേ? അന്ന് ദേവസ്വം ഭരിച്ചിരുന്നത് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ നിങ്ങളുടെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവല്ലേ? പത്മകുമാർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോന്നി ബഹുമാനായ മുൻ MLA ആയിരുന്നില്ലേ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? ഒറ്റ സമയം കൊണ്ട് സ്വർണം മുഴുവൻ അപ്രത്യക്ഷമാക്കി ചെമ്പ് കൊടുത്ത ആളുകൾക്കെതിരെ കേസെടുക്കണോ വേണ്ടയോ? അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം ബോർഡ് മന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വമല്ലേ? അതല്ലേ ആദ്യം നിങ്ങൾ ഉത്തരവാദിത്വം പറയേണ്ടത്. നിങ്ങൾ സംരക്ഷിക്കാതിരിക്കേണ്ട കാര്യം ആദ്യം അവരെയല്ലേ? ഞാൻ വളരെ കൃത്യമായി ഡയറക്റ്റാണ് ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അവർക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ? അതും ഒരു ഉദ്യോഗസ്ഥൻ്റെയും സാന്നിധ്യമില്ലാതെ, ഒരു തിരുവാഭരണം കമ്മീഷണറുടെയും സാന്നിധ്യമില്ലാതെ, മരാമത്ത് വകുപ്പിൻ്റെ സാന്നിധ്യമില്ലാതെ രജിസ്റ്ററിൽ കൊടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശുദ്ധനാക്കിയ നിങ്ങളല്ലേ? ആ രേഖകൾ രേഖകളിൽ ആ വസ്തുത മുഴുവൻ, സ്വർണം ചെമ്പായ വസ്തുത മുഴുവൻ രേഖകളിൽ നിൽക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ നിങ്ങൾ രണ്ടാമതും കൊടുത്തുവിട്ടത്. രണ്ടാമത് കൊടുത്തുവിട്ടപ്പോൾ അതിന്മേൽ ഹൈക്കോടതിക്കുണ്ടായ അസംതൃപ്തിയാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങളിലേക്ക് വഴിതെളിച്ചത്. അപ്പോൾ നിങ്ങൾ വീണ്ടും കൃത്രിമം നടത്താനല്ലേ ശ്രമിച്ചത്? യഥാർത്ഥത്തിൽ ആ കൃത്രിമം നടത്തിയെന്ന് കൃത്യമായ രേഖകളുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രത്യേകമായ ഉത്തരവ് കൊടുത്ത് വാറണ്ടി അത് അയാളുടെ പേരിലാക്കി അയാളെ കൊണ്ട് വീണ്ടും ഇത്തരം സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തുവിടുമ്പോൾ അതിൽ നിങ്ങളുടെ പങ്കില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? പിന്നെ എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇത്രമാത്രം കള്ളത്തരം കാണിച്ചിട്ടും ആ കള്ളം കാണിച്ച ആളുകളെ ഞങ്ങൾ അവരെ സംരക്ഷിച്ചുകൊണ്ട്, അവരെ ഒരു വിമർശനത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ സംരക്ഷിക്കാൻ CPMന്റെ പ്രതിനിധികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊന്നാമത്തെ കാര്യം. രണ്ട്, നേരത്തെ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇവിടെ ആരാണ് ആരോപണ വിധേയരെ സംരക്ഷിക്കാനിരിക്കുന്നത്?
കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇപ്പോൾ 10 വർഷം ആവാൻ പോകുന്നു നിങ്ങളുടെ ഗവൺമെൻറ് ഇവിടെ അധികാരത്തിൽ വന്നിട്ട്. ഞങ്ങളുടെ ഒരു ഗവൺമെൻറ് അധികാരത്തിലിരുന്ന കാലം എത്രയോ മുമ്പാണ്. ഞങ്ങളുടെ ഒരു ബോർഡ് അധികാരത്തിലിരുന്നതും വളരെ മുമ്പല്ലേ. അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടമാണ്. 10 വർഷം മുമ്പ് വരുന്ന ദേവസ്വം ബോർഡ് മന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ സഹോദരനുമെതിരെ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന മാസങ്ങളിലും ആരോപണം ഉന്നയിക്കുക എന്നതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ അവിടെ ഞങ്ങൾ ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വന്നു? അത് ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുന്ന തരത്തിൽ കാര്യങ്ങൾ വെക്ക്. നിങ്ങളെപ്പോലെ ഇത് കൃത്യമാണ്. അതൊക്കെ റിപ്പോർട്ടും കാര്യങ്ങളും വരട്ടെ. ഞങ്ങൾ അതിനകത്തൊന്നും എതിർക്കുന്നില്ല. ആരെയും സംരക്ഷിക്കാൻ ഞങ്ങൾ വരുന്നില്ല. അവർ അല്ലെങ്കിൽ ആരോപണം വരുന്നവർ അതിന് മറുപടി പറയും. പക്ഷേ ഇവിടെ ശബരിമല ഭക്തർ കൊടുത്ത സ്വർണം, തിരുവാഭരണം സംരക്ഷിക്കപ്പെടുന്ന ശ്രീകോവിലിൻ്റെ ദ്വാരപാലകന്മാരെ ഉൾപ്പെടെ പൊന്നമ്പലമേടെന്ന് പറയുന്ന പദത്തിനെ അന്വർത്ഥമാക്കുന്ന സ്വർണ്ണപ്പാളികൾ ചെമ്പായി മാറിയിട്ടും അതിനെ സംരക്ഷിക്കാൻ നിൽക്കുന്ന നിങ്ങളെ എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ കേസെടുക്കണ്ടേ? ഈ കള്ളന്മാർക്കെതിരെ അവരെ ജയിലിലടയ്ക്കാൻ നടപടി ഉണ്ടാവണ്ടേ? എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, സാങ്കേതികമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എങ്ങനെ സ്വർണ്ണപ്പാളികൾ ചെമ്പായി എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അന്വേഷണം വളരെ കൃത്യമായ ഒരു എക്സ്റ്റേണൽ ഏജൻസി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കേസ് ഉൾപ്പെടെ അതിനകത്ത് എല്ലാം വരുന്നെങ്കിൽ മുൻകാലങ്ങളിൽ ഉൾപ്പെടെ വന്നാൽ എന്തിനെതിർക്കണം? ഞങ്ങൾക്കൊരാളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമില്ല. അവരാരും കള്ളം കാണിച്ചു ശ്രീ വി ശിവകുമാർ തട്ടിപ്പ് നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അന്വേഷിക്കുക. 10 വർഷം, ഒരു ദശകക്കാലമായി സംസ്ഥാനം ഭരിക്കുന്ന, ബോർഡ് ഭരിക്കുന്ന ആളുകളാണ് വീണ്ടും വീണ്ടും കുമാര സഹോദരന്മാർ, കുമാരസംഭവവും പിന്നെ നളയിരുന്ന അട്ടക്കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഷാജി രാഘവൻ, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നു. സർക്കാർ തന്നെ അതിന് തയ്യാറാണ് എന്ന് ഇന്ന് നിലപാടെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ജേക്ക് പറഞ്ഞതുപോലെ പാർട്ടി തന്നെ നിലപാടെടുക്കുന്നു, ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കാനില്ല എന്നുള്ളത്. മറ്റുള്ളത് ഒരു രാഷ്ട്രീയ ആരോപണം എന്ന നിലയ്ക്കാണ് സർക്കാർ പരിഗണിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ ക്ലിഫ് ഹൗസ് മാർച്ച് നടത്തിയാലും നാമജപ ഘോഷയാത്ര നടത്തിയാലും മറ്റു പ്രതിഷേധങ്ങൾ നടത്തിയാലും ഇവിടെ കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റുള്ളതൊക്കെ രാഷ്ട്രീയം എന്ന നിലയ്ക്കാണ് അതിനുള്ള പ്രതിരോധം. ഇനി അങ്ങനെ പറഞ്ഞു പോകാൻ വേണ്ടി സാധിക്കില്ല മധു. എനിക്ക് തോന്നുന്നില്ല ഇനിയും അങ്ങനെ പറഞ്ഞു പോകാൻ സാധിക്കും എന്നുള്ളത്. ഇന്നിപ്പോൾ ഗവൺമെൻറ് ഒരു പ്രഖ്യാപനം, ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത് നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ ഒന്ന് സംതൃപ്തരാക്കാൻ വേണ്ടിയിട്ടാണ്. അവരതുകൊണ്ട് സംതൃപ്തരായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ ആലോചിക്കണം, 999 ഏതാണ്ട് 35 കിലോ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമാണ് അവിടെ ഉപയോഗിച്ചതെന്നാണ് അറിയുന്നത്. ഇത്രയും കാലത്തിനുള്ളിൽ ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപ്പാളി മാത്രമേ ചെമ്പായുള്ളൂ. ഇനി അവിടെയുണ്ട് ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ. ആ സോപാനത്തിൻ്റെ സൈഡിലിരിക്കുന്ന പ്രതിമകൾ ഉൾപ്പെടെ, അതിൻ്റെ റൂഫിങ്, അതിൻ്റെ മറ്റേ ശ്രീകോവിലിൻ്റെ മുകൾവശം ഉൾപ്പെടെ, അതുപോലെ തന്നെ ചുറ്റമ്പലങ്ങൾ, തൂണുകൾ, ഇതൊക്കെ സ്വർണം പൂശിയിട്ടുണ്ടെന്നേ. സത്യത്തിൽ ഒരു കേസ് മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ, 35 കിലോ. ഈ ഒരൊറ്റ കേസ് മാത്രമാണെങ്കിൽ പോലും ഒരു ചെറിയ, ആ സ്വർണത്തിൻ്റെ ഒരു ചെറിയ അംശം മാത്രം നഷ്ടപ്പെട്ടതിൻ്റെയാണ് ഇപ്പോൾ ഈ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളതും. അന്വേഷണം അതിൻ്റെ പേരിൽ മാത്രമാണ് നടക്കുന്നതും. ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു കാര്യം സത്യമാണല്ലോ, ജയിക്കും ശ്രീ ലിജുവും പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാലാകാലങ്ങളിൽ മോഷണം പതിവാണ് ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ. ഇതല്ലേ ഈ രണ്ടുപേരും പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം? അങ്ങനെയാണെങ്കിൽ അതിനെ ഇങ്ങനെ പരിഹരിച്ചാൽ മതിയോ, ഇങ്ങനെ അഡ്രസ്സ് ചെയ്താൽ മതിയോ? അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്. ഈ കേരളത്തിൻ്റെ ഡെമോഗ്രഫി അനുസരിച്ച് 50% വരുന്ന ജനവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളിലാണ് ഈ രണ്ട് മുന്നണികളും കാലാകാലങ്ങളിൽ ഈ തോന്നിവാസങ്ങൾ കാണിക്കുന്നത്. വേറെ എവിടെയെങ്കിലും സാധിക്കുമോ? അപ്പോൾ അവരുടെ വിശ്വാസങ്ങളെ തൃപ്തിപ്പെടുത്തണ്ടേ? അവൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ഫലമാണ്, അതിൻ്റെ ഒരു വിഹിതമാണ് അവനവിടെ ഈ പറയുന്ന ക്ഷേത്ര നടയായി കാണിക്കയായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ അവന് സമർപ്പിക്കുന്നത്. അതെടുത്ത് വെച്ചിട്ടാണ് ദേവസ്വം ബോർഡ് മെമ്പർമാരും അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും കാലാകാലങ്ങളുള്ള ഗവൺമെൻറ്റും മന്ത്രിമാരും, ദേവസ്വം മന്ത്രിമാരുൾപ്പെടെ അവർ ചെയ്തിട്ടുള്ളത് ഈ പണത്തിൻ്റെ ദുരുപയോഗമാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രതിഫലനമാണ് ഈ കേസും അതേപോലെ തന്നെ അയ്യപ്പ സംഗമം എന്ന് പറയുന്നതും. ഇത്രയും കൃത്യമായി പരസ്യമായി രാഷ്ട്രീയമായ ഒരു ആവശ്യത്തിന് ശബരിമലയുടെ പരിസരവും ശബരിമലയുടെ പണവും ഉപയോഗിക്കുന്ന മാമാങ്കം കാട്ടിയ ഒരു ഗവൺമെന്റല്ലേ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. കോടതിയെ പോലും അവർ തെറ്റിദ്ധരിക്കും. കോടതിയോട് അവർ പറഞ്ഞ് ഞങ്ങൾ പണം ചെലവാക്കില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 4,11 ലക്ഷം രൂപയോ മറ്റോ കൊടുത്തു കഴിഞ്ഞു ദേവസ്വം ബോർഡിൽ നിന്ന്. ഇവർ പറഞ്ഞത് എന്താ, ദേവസ്വം ബോർഡ് അക്കൗണ്ടിൽ നിന്ന് കൊടുക്കില്ല. ഇന്നൊരു ദേവസ്വത്തിൻ്റെ മെമ്പർ പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കിയത് ദേവസ്വം അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾ കൊടുത്തു, പക്ഷേ ഞങ്ങൾ പിന്നീട് സ്പോൺസർമാർ പണം തരുമ്പോൾ അത് ദേവസ്വം ബോർഡിന് തിരിച്ചു കൊടുക്കും. ആ ഭാഷയല്ല അദ്ദേഹം സംസാരിക്കുന്നത്.
കോടതി എന്താ പറഞ്ഞത്? ദേവസ്വം ബോർഡിന്റെ വരുമാനത്തെ പറ്റിയിട്ടല്ല. അത്രയൊക്കെ എത്തിയത് തന്നെ എത്രമായിട്ട് അലച്ചിട്ടാണ് എന്നുള്ളത് കൂടി ആലോചിക്കണം. ഇതൊക്കെ ആദ്യം പറയുമ്പോൾ എന്തോ നാട്ടിൽ നടക്കാത്ത സംഭവങ്ങൾ കേട്ടതുപോലെ പ്രതികരണങ്ങളായിരുന്നു. ഇപ്പോൾ ഇന്ന് മാത്രമാണ്, എത്രയോ ദിവസങ്ങളായി പറഞ്ഞിട്ട് ഇന്ന് മാത്രമാണ് ശരിയാണ് ഞങ്ങളൊരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് എന്ന നിലയ്ക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യത്തിലേക്കെങ്കിലും വന്നത്. തെറ്റിദ്ധാരണ മാറാൻ പെട്ടെന്നൊരു കാര്യം നമ്മൾ പറയുന്നത് ഈ ചർച്ചയിൽ 33 കിലോഗ്രാം അല്ല 30.3 കിലോഗ്രാം ആണ്. രണ്ട് പൊന്നമ്പലമേട് എന്ന് പറയുന്ന ഇതല്ല. പൊന്നമ്പലമേട് എന്ന് പറയുന്നത് മകരവിളക്ക് തെളിയിക്കുന്ന സ്ഥലമാണ്. രണ്ട് പൂശുകയല്ല, പതിക്കുകയാണ്. ഈ ഗോൾഡ് പ്ലേറ്റിംഗ് അല്ല, ഗോൾഡ് ക്ലാഡിംഗ് ആണ്. തീർന്നില്ല. സുപ്രീം കോടതിയുടെ ഫൈനൽ വെർഡിക്റ്റ് വന്നത് 2019 നവംബർ 14 ഇത് സംഭവിച്ചിരിക്കുന്നത് 2019 ജൂലൈയിലാണ്. അതായത് അപ്പോഴും ഞങ്ങളെല്ലാം പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സാധാരണ ഭക്തരുടെ വികാരം മനസ്സിലാക്കണം. ജയിക്കിന്റെ ആത്മവിശ്വാസം നല്ലതാണ്, ജയിക്ക് ഒരു യുവ നേതാവാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ഭക്തന്മാരുടെ മനസ്സ് വേദനിക്കുന്നുണ്ട്. അയ്യപ്പന്റെ സ്വത്ത് ദേവസ്വം ബോർഡ് കൂടി അറിഞ്ഞ് കട്ടു എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് അപ്പുറമായി ഞങ്ങൾക്കെല്ലാം വേദനിക്കുന്ന ഒരു കാര്യമാണ്. ജയിക്ക് ആദ്യം കേട്ട് കാണില്ല സുധാകരൻ സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞൊക്കെ. സുധാകരൻ സാറിനെ വളരെ ഇഷ്ടമുള്ള ഒരാളെന്ന രീതിയിൽ, നന്മയുള്ള ആളെന്ന രീതിയിൽ പറഞ്ഞതൊക്കെ. അപ്പൊ രാഷ്ട്രീയമല്ല, അയ്യപ്പന്റെ സ്വത്ത് ദേവസ്വം ബോർഡ് അറിഞ്ഞു കട്ടു. അറസ്റ്റ് ഉണ്ടാകണം. 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിന്നിൽ നിന്ന് കളിച്ചവരെയും മറ്റും അറസ്റ്റ് ചെയ്യണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ഇതിന്റെ സത്യങ്ങൾ വരില്ല. ക്രിമിനൽ ഒഫൻസസ് ഹാപ്പൻ. മോഷണം, തിരുട്ട്, ക്രിമിനൽ ഒഫൻസ്, ചോരി, അപഹരണം, അതാണ് സംഭവിച്ചത്. അയ്യപ്പന്റെ സ്വത്ത് കട്ടവനെ അയ്യപ്പന് വെറുതെ വിടില്ല, അയ്യപ്പ ഭക്തന് വെറുതെ വിടില്ല. ജേക്കി കട്ടു എന്ന ആരോപണമൊക്കെ ഒരു സർക്കാരിന്റെ ഭാഗമായി സർക്കാർ ഭരിക്കുന്ന വകുപ്പിന് കീഴിലുള്ള ബോർഡ് കേൾക്കുക എന്ന് പറയുന്നത് ലജ്ജാകരമായ അവസ്ഥയാണ്. ആ നിലയ്ക്ക് ഉള്ള ആരോപണങ്ങൾ കേൾക്കുമ്പോൾ അതിന് പരിഹാരം ഈ പറയുന്ന വിശ്വാസികളുടെ മുന്നിൽ വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടി എങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കാനെങ്കിലുമുള്ള നടപടികൾ വേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് വേണ്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ചോദ്യത്തിലേക്ക് ഞാൻ അല്പം 1-2 കാര്യങ്ങൾ കൂടെ, വാചകങ്ങൾ കൂടെ ചേർക്കുകയും ചെയ്യാം. പക്ഷേ അതിന് തൊട്ടു മുമ്പ് ഭാഗികമായിട്ടെങ്കിലും എനിക്ക് സ്വീകാര്യമായ കുറച്ച് കാര്യങ്ങൾ കോൺഗ്രസിന്റെ ബഹുമാനിയായ പ്രതിനിധി പറഞ്ഞു. ഞാൻ അത്തരം കാര്യങ്ങളോടൊന്നും ഏകപക്ഷീയമായി മുഖമടച്ച് ഒരു യൂണിലാറ്ററൽ സമീപനം എനിക്കില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ. ഇപ്പോൾ 2019 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ദേവസ്വം ബോർഡിന്റെ നിയാമകമായ രീതികൾക്കും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശങ്ങൾക്കും ഒക്കെ ഘടകവിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചാണ്. ഞാൻ മാത്രമല്ല പറഞ്ഞത്, ഗവൺമെന്റിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രമുഖനായ സാരഥി എന്ന നിലയിൽ CPIMന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിലപാടാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോഴങ്ങ് പറയുകയാണ് ഇതിനെയൊക്കെ സംരക്ഷിക്കാനല്ലേ. ഞാനൊരു വാചകം കൊണ്ട് പോലും ഇപ്പോൾ ബഹുമാനിയനായ ശ്രീ രാഹുൽ ഈശ്വറാണെന്ന് പറഞ്ഞു, ഈ പോറ്റിയെ പോലുള്ളവന്മാരെ തുറങ്കിലടയ്ക്കണം. ഒരു സംശയവുമില്ല ശ്രീ രാഹുൽ ഈശ്വർ. പോറ്റി മാത്രമല്ല, പോറ്റിയെ പോലെ കുറെ അവതാരകളുണ്ട്. ക്ഷേത്രത്തിന്റെയും പള്ളിയുടെയും പേര് പറഞ്ഞ് ഇതിന്റെയൊക്കെ അട്ടിപ്പേർ അവകാശം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് വിശ്വാസികളെ പറ്റിച്ച് നമ്മുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറെ പോറ്റിമാരുണ്ട്. 1-2 അല്ല, അവന്മാരെയൊക്കെ അഴിയെണ്ണിക്കും. ഈ പോറ്റിക്ക് ഒരു വീരപരിവേഷം ഉണ്ടായിരുന്നല്ലോ. ആ വീരപരിവേഷം ഇപ്പൊ പിടികൂടാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ഈ ഗവൺമെന്റ് തന്നെ കേരളത്തിൽ കോടാനുകോടി വരുന്ന വിശ്വാസികൾ, ഹിന്ദുവിന്റെ മാത്രമല്ലല്ലോ, ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ കേരളത്തിൽ ശതകോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ പ്രഥമ കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത്. വാവരെ കണ്ട് അർത്തുങ്കൽ പള്ളിയിൽ കയറി ഭഗവാനും തീർത്ഥാടകനും ഒന്നായി തീരുന്ന ആ അനുഭവം മതനിരപേക്ഷ ഇന്ത്യയുടെ പ്രതീകമാണ്. അതിനെ സംരക്ഷിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്നതുകൊണ്ടാണ് 3-ാം ദിവസം ശബരിമലയിലെ അവതാരപ്പിറവി എടുത്ത് നടന്ന പോറ്റിമാരിൽ ഒരു പോറ്റിയെ കൈയോടുകൂടെ പിടിച്ച് അവന്റെ വീട്ടിൽ നിന്ന് തന്നെ ഇത് തപ്പിയെടുക്കാൻ ഗവൺമെന്റിനും പോലീസിനും കഴിഞ്ഞ. അതുകൊണ്ട് രാഹുൽ ഈശ്വറിന്റെ സംശയം ഒട്ടും വീരപരിവേഷമൊക്കെ കിട്ടിയത് ഈ സുപ്രഭാതത്തിലല്ല. അത് കുറെ കാലമായി ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഒക്കെ ഇടപെട്ട് 2019 മുതൽ ഇങ്ങോട്ടെങ്കിലും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീരപരിവേഷം ഉണ്ടായത്. ഉണ്ടാക്കി കൊടുത്ത ദേവസ്വം ബോർഡാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഈ പറയുന്ന അവതാരമാവുകയും ചെയ്തത്. പിന്നെ 3-ാം ദിവസം എന്ന് പറയുമ്പോൾ 2019 മുതൽ ഇങ്ങോട്ട് ഈ ക്രമക്കേട് നടന്നു എന്ന് കോടതി തന്നെ പ്രാഥമികമായി സംശയിക്കുന്ന ആ കാലപരിധി മുതൽ ഇങ്ങോട്ട് ഒരുപാട് 3 ദിവസങ്ങൾ കടന്നുപോയി, 3 വർഷങ്ങൾ കടന്നുപോയി, 5 വർഷങ്ങൾ കടന്നുപോയി, ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഈ സംവിധാനത്തിൽ ഓഡിറ്റ് നടന്നിട്ടില്ലേ? ഈ സംവിധാനത്തിൽ പരിശോധന നടന്നിട്ടില്ലേ? ഈ സംവിധാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ രജിസ്റ്റർ അടക്കമുള്ളവ ഉണ്ടായിട്ടില്ലേ? തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആളുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും അതിന് മറുപടി ഈ അന്വേഷണത്തിലൂടെയെങ്കിലും ഉണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.